ഇസ്രായേലിൻ നാഥനായി വാഴ് ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം. പക്ഷേ നമ്മൾ ഈ കമൻറ്റിലൊക്കെ ചിലപ്പോൾ കാണുമല്ലോ, യേശുദാസിനെ അനുകരിക്കാൻ പോയതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ആയത്. അതൊക്കെ വെറുതെയാണ്. ഇപ്പോൾ നല്ലൊരു ക്ലാസിക്കൽ സംഗീതജ്ഞൻ എന്ന് പറയുമ്പോൾ ആണായാലും പെണ്ണായാലും അവരുടെ ശബ്ദത്തിനല്ല അതിനകത്ത് പ്രാമുഖ്യം. അതിനകത്ത് വരുന്നത് മുഴുവൻ അവരുടെ ഭാവനയാണ്. ഫ്രീ കിട്ടാനാണ് എല്ലാവരും ശ്രമിക്കുക, നമ്മുടെ മലയാളി ഉൾപ്പെടെ. ഇന്നിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരവും എങ്ങനെയെങ്കിലും ഒരാളെ തട്ടിത്തൂവാനുള്ള ആ ഒരു ശ്രമങ്ങൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടക്കം എന്ന് പറയാനായിട്ട് ആക്ച്വലി എൻ്റെ കുടുംബം ഒരു ഡോക്ടർ ഫാമിലിയാണ്. എൻ്റെ ഫാദറും എൻ്റെ ഫാദറിൻ്റെ ഫാദറും ഫാദറിൻ്റെ 1-2 അമ്മാവന്മാർ, ഫാദറിൻ്റെ അമ്മയുടെ അനിയത്തി, എൻ്റെ ഫാദറിൻ്റെ തൊട്ട് മൂത്ത സിസ്റ്റർ, ഇവരെല്ലാം ഡോക്ടേഴ്സാണ് ഞങ്ങളുടെ ഫാമിലിയിൽ. അപ്പോൾ ഒരു 2-3 ജനറേഷനായിട്ട് ഇങ്ങനെ വരുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, ഞാനും അല്ലെങ്കിൽ സയൻസിൽ എനിക്കായിരുന്നു താല്പര്യം. ഞങ്ങൾ 5 പേരിൽ കൂടുതൽ താല്പര്യം എനിക്കായിരുന്നു. അപ്പം അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇവൻ ചിലപ്പം ആ ഒരു പ്രൊഫഷൻ എടുത്തേക്കും. പക്ഷേ എനിക്ക് ചെറിയ പ്രായം മുതൽ, ഒരു ഓർമ്മ വെച്ച പ്രായം മുതൽ, ഒരു 8-9 വയസ്സ് മുതൽ ഞാൻ അത്യാവശ്യം 1 മണിക്കൂറൊക്കെ ഇരുന്ന് പാടുമെന്ന് പറഞ്ഞാൽ അന്ന് പാട്ട് പഠിച്ചിട്ടില്ല. കാരണം എൻ്റെ ട്രഡീഷൻ ഇതായിരുന്നു. അത് കാരണം നമുക്കങ്ങനെ വീട്ടിൽ പാട്ട് പഠിക്കാനുള്ളൊരു സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അത്യാവശ്യം നന്നായിട്ട് ഞാൻ പാടുമായിരുന്നു. പിന്നെ എൻ്റെ പ്രായത്തിൽ കവിഞ്ഞ ശബ്ദത്തിൻ്റെ ഒരു ഡെപ്തും ക്വാളിറ്റിയും ഒക്കെ അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പൻ അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 50s കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്ന കാലത്ത് ആദ്യത്തെ ഡോക്ടർമാരിൽ ഒരാളായ എൻ്റെ ഫാദർ ഡോക്ടർ പൈ, ഡോക്ടർ ശങ്കർ റാം, അങ്ങനെയൊക്കെ അന്നത്തെ ഗവർണറുടെ ഡോക്ടറായിരുന്നു ഇവരൊക്കെ. അപ്പോൾ അന്ന് കയറിയ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഞങ്ങൾ കേശവദാസപുരത്താണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ജനിച്ച് ആദ്യത്തെ ഒരു 10 വർഷം പഠിച്ച് വളർന്നത് തിരുവനന്തപുരത്താണ്. അപ്പം ഞങ്ങളുടെ വീട് ഒരു യൂനിസ് സേട്ടെന്ന് പറഞ്ഞ ഒരാളുടെ ഒരു കോമ്പൗണ്ടിലായിരുന്നു. അതായത് ഒരു 1-1.5 ഏക്കറിനകത്ത് അദ്ദേഹത്തിൻ്റെ വീട്, ഞങ്ങൾ താമസിക്കുന്ന വീട്, അതിനപ്പുറത്ത് ഒരു തിയേറ്റർ. അന്ന് സലീം തിയേറ്റർ എന്നായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിലുള്ളൊരു തിയേറ്ററാണ്. 62 ആ ഒരു കാലഘട്ടം. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് മാറ്റിനി, വൈകുന്നേരം ഫസ്റ്റ് ഷോ, രാത്രി സെക്കൻഡ് ഷോ, ഈ 3 നേരവും ഈ തിയേറ്ററിൻ്റെ മേലെ 2 കോളാമ്പി വെച്ചിട്ട് പാട്ട് കേൾപ്പിക്കും. അപ്പോൾ അന്നത്തെ സിനിമ ശകുന്തള, ഭാര്യ, കായംകുളം കൊച്ചുണ്ണി, ഇതൊക്കെ എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ ഇതിലെയൊക്കെ പാട്ടുകൾ ഇങ്ങനെ എപ്പോഴും ദിവസവും ഞാൻ ഒരു 3 നേരം കുറേ നേരം കേൾക്കുന്നതാണ്. കാരണം ഈ 3 മണി അല്ലെ 2 മണിയുടെ ഷോയ്ക്ക് ഒരു 12-1 മണിയായിട്ട് ഇങ്ങനെ ഇത് വെക്കുമല്ലോ. കാരണം അന്ന് തിരുവനന്തപുരം സിറ്റി എന്ന് പറയുന്നത് പാളയം കേന്ദ്രീകരിച്ചാണ്. ഇപ്പോൾ ഈ കേശവദാസപുരമൊക്കെ അന്ന് റിമോട്ടാണ്, ഉള്ളൂർ ആ ഭാഗമൊക്കെ. പിന്നെ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട്. പക്ഷേ ഈ കേശവദാസപുരം അങ്ങോട്ടൊക്കെ ഈ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത്ര. അപ്പോൾ ഈ പാട്ടിങ്ങനെ വെക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിങ്ങനെ പാടും. കൊച്ചു പ്രായമാണ്, 5 വയസ്സ് 7 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സുശീലാമ്മയുടെ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു, ശബ്ദം. അപ്പോൾ അന്ന് ശകുന്തളയിലെ പ്രിയതമ എന്നുള്ള പാട്ടൊക്കെ ഞാൻ അതുപോലെ, ഇപ്പോൾ ഈ കുയിൽ കൂവുമ്പോൾ നമ്മൾ കൂടെ കൂവുന്ന പോലെ പാടുമായിരുന്നു. അപ്പോൾ അന്ന് ഈ ചെറിയ ശബ്ദമായതുകൊണ്ട്, ഫീമെയിൽ ശബ്ദമാണല്ലോ, അതുമായിട്ട് നല്ല സാമ്യം എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് സുശീലാമ്മയുടെ ശബ്ദവുമായിട്ട്. പിന്നെ ഇഷ്ടമുള്ള ശബ്ദം അന്ന് യേശുദാസാണ്. അപ്പോൾ അന്ന് കമൂർച്ചേട്ടനും അല്ലെങ്കിൽ പി ശ്രീനിവാസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ശബ്ദമായിരുന്നു ഇഷ്ടം. അപ്പോൾ അതും എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് വന്നു. ദിവസവും ഞാൻ 1 മണിക്കൂറെങ്കിലും ഏതെങ്കിലും ഒരു മുറിയുടെ മൂലയ്ക്ക് പോയിരുന്നു പാടും. അപ്പം നല്ല എക്കോയും കൂടെ കിട്ടും. അങ്ങനെ ഇത് കുറേ വർഷം ഇങ്ങനെ അങ്ങ് പോയി. അതെ, അത് വന്നത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഫാദറിൻ്റെ അമ്മ അത്യാവശ്യം പാടുമായിരുന്നു. പക്ഷെ പ്രൊഫഷണലി അല്ല,
അന്ന് ബ്രിട്ടീഷ് ഭരണമുള്ള സമയമാണ്, 1930, 35 ഉള്ള കാലഘട്ടം. അപ്പോൾ അന്ന് ഈ ബ്രിട്ടീഷുകാർ ഇവിടെ കൂടുതലായിട്ട് ക്രിസ്ത്യാനിറ്റി കൊണ്ടുവരുന്നത്. അപ്പോൾ അവരുടെ അന്നിങ്ങനെ കത്തോലിക്ക, ഓർത്തഡോക്സ്, പിന്നെ യാക്കോബായ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ആകപ്പാടെ പ്രൊട്ടസ്റ്റൻ്റ് CSI വിഭാഗമാണ്. അപ്പോൾ അവിടെ ഇത് 3 പാർട്സിലാണ് പാടുന്നത്. പള്ളികളിൽ ഒരു പാട്ട് പാടുമ്പോൾ അതിൻ്റെ മെലഡി, അതിൻ്റെ ടെനർ, അതിൻ്റെ ബേസ്, ഇങ്ങനെ 2-3 അത് CSI പള്ളികളിലൊക്കെ പോയപ്പോഴും നമുക്കത് കാണാം. 2-3 ഇതിലാണ് ഒരു പാട്ട് പാടുന്നത്. അപ്പോൾ അതിലൊരു ഗ്രൂപ്പിൽ ഏത് ഇതിലാണെന്ന് എനിക്കറിയില്ല, എൻ്റെ ഗ്രാൻഡ് മദർ പാടുമായിരുന്നു പള്ളിയിൽ. അപ്പോൾ അതായിരിക്കണം എന്നിലേക്ക് വന്നതെന്ന് വിചാരിക്കുന്നു. കാരണം എൻ്റെ ഫാദറിനൊരു സിസ്റ്ററേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കുടുംബ വീട്ടിൽ ഞങ്ങൾ ഫാദർ ഒറ്റ മോനാണ്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം അവിടെ കുടുംബ വീട്ടിൽ പോയിട്ട് പഴയ അലമാരയൊക്കെ തപ്പി അടിക്കുന്ന കൂട്ടത്തിൽ ഒരു ബുക്ക് കിട്ടി. അപ്പോൾ അതിൽ സരളി വരിശകൾ മുതൽ, ഞങ്ങൾ ഈ ക്ലാസിക്കൽ ഇതിൻ്റെ ആരംഭം സരളി വരിശകളിലാണ്. അപ്പോൾ അത് പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഗീതം, കീർത്തനം, ഇങ്ങനെ വർണ്ണം ഒക്കെ ഇങ്ങനെ എഴുതി. അപ്പോൾ ഞാൻ ചോദിച്ചത് ആരും പഠിച്ചതാണ് ഇവിടെ? അപ്പോൾ പറഞ്ഞാൽ അത് പെങ്ങൾ പഠിച്ചതെന്ന് പറഞ്ഞു, ഫാദറിൻ്റെ സിസ്റ്റർ. അപ്പോൾ പെങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ അവിടെ ആരെങ്കിലും ഉണ്ടാവണമല്ലോ. അത് എൻ്റെ ഗ്രാൻഡ് മദർ ആയിരുന്നു പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ട്രഡീഷനേ ഉള്ളൂ എനിക്ക് സംഗീതമായിട്ട്. അല്ലാതെ അങ്ങനെ പഠിച്ച് പാടുന്നവരാരും ഉണ്ടായിരുന്നില്ല. പക്ഷെ പഠിച്ചിരുന്നു, അതൊരു സത്യമാണ്. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നു. അത് കഴിഞ്ഞ് ഫാദർ അവിടുന്ന് ട്രിവാൻഡ്രത്തു നിന്ന് ട്രാൻസ്ഫറായി ആലപ്പുഴ പോയി. ആലപ്പുഴയിൽ നിന്ന് പിന്നെ അതിനിടയ്ക്ക് കൊച്ചിയിൽ കുറച്ച് നാളുണ്ടായിരുന്നു, കുറച്ച് നാൾ കോട്ടയത്തുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു. കാരണം ഞാൻ 5ാം ക്ലാസ് ആകുമ്പോഴാണ് ആലപ്പുഴയ്ക്ക് ഫാദറിന് ട്രാൻസ്ഫർ ആവുന്നത്. എനിക്കൊന്ന് 1967. അപ്പോൾ അങ്ങനെ ഞാൻ ലിയോ 13 ഹൈസ്കൂൾ ആലപ്പുഴ, അവിടെയാണ് പിന്നെ ഒരു 5 വർഷം പഠിച്ചത്, 72 വരെ. അപ്പോൾ അന്ന് എൻ്റെ ക്ലാസ്സിൽ, പക്ഷേ ഞങ്ങളാരും അന്ന് ഞാൻ പാട്ടുകാരനാകുമെന്നോ മറ്റുള്ളവർ ഓരോ നിലയിൽ വരുമെന്നോ ഒന്നും നമുക്കറിയില്ലല്ലോ. നമുക്ക് 10 വയസ്സ് 11 വയസ്സൊക്കെ ഉള്ളൂ. എൻ്റെ ക്ലാസ്സിൽ പഠിച്ച് മുൻ നിരയിലിരുന്ന് പഠിച്ച് മുൻ ബെഞ്ചിലിരുന്ന് പഠിച്ച ഒരാളാണ് ഇന്ന് മലയാളത്തിലെ ഒരു അറിയപ്പെടുന്ന ഡയറക്ടറാണ്, നമ്മുടെ നവോദയ അപ്പച്ചൻ്റെ മകൻ ജിജോ പുന്നൂസ്. അയാൾ എൻ്റെ ക്ലാസ്സിൽ പഠിച്ചതാണ്. എൻ്റെ ഒപ്പം ഇരുന്ന് പഠിച്ചാണ്. വലിയൊരു പ്രൊഡ്യൂസറാണ് അവൻ, വാളക്കുഴി ഔസേപ്പച്ചൻ, വാളക്കുഴി ഫിലിംസ്. അയാളുടെ ആയിരുന്നു നോക്കത്തെ ദൂരത്ത് കണ്ണെന്നിട്ട്, നർമ്മത്തായി സ്പീക്കിംഗ്, അതൊക്കെ പുള്ളിയുടെ സിനിമകളായിരുന്നു. പിന്നെ സിബി എൻ്റെ സീനിയറായിരുന്നു, സിബി മലയിൽ. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് സ്കൂളിലൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ പാടുമെങ്കിലും ഞാൻ പതുങ്ങിയിരിക്കുന്ന കൂട്ടത്തിലായിരുന്നു. ഞങ്ങളുടെ അന്നൊക്കെ ഇന്നത്തെ പോലെ ഹാളൊന്നും ഇല്ലല്ലോ. അപ്പം ഈ കുടുംബ കല്യാണം, വീട്ടിലെ കല്യാണങ്ങളൊക്കെ അവരവരുടെ കുടുംബത്തായിരിക്കും. അപ്പോൾ വലിയ പന്തലൊക്കെ ഇട്ട് 3-4 ദിവസം മുമ്പേ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ അരിയലും വറക്കലും പൊരിക്കലും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ നടുക്ക് എന്നെ പിടിച്ചിരുത്തും. എനിക്ക് ചെറിയ പ്രായമല്ല, നമ്മളിരുന്ന് ഇങ്ങനെ പാടും 1 മണിക്കൂർ 1.5 മണിക്കൂർ. എനിക്കത് സന്തോഷമാണ്. അതായിരുന്നു ആദ്യത്തെ റിഹേഴ്സലും എക്സ്പീരിയൻസും ഒക്കെ. അപ്പോൾ അങ്ങനെ വന്ന് ഇവന്മാർ പറയും, സാറേ ഇവൻ പാടും നന്നായിട്ട്. ഏതെങ്കിലും ഒരു അവർ ചിലപ്പോൾ ഫ്രീ ആണെങ്കിൽ സാറ് ചോദിക്കും, ആരെങ്കിലും ഇതിനകത്ത് പാടാൻ പറ്റുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കലാപരിപാടികൾ കാണിക്കാൻ പറ്റുന്നവരോ ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ പമ്മിയിരിക്കുമെങ്കിൽ ഇവന്മാർ എന്നെ തള്ളിക്കയറ്റി വിടും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അറപ്പ് മാറിയത്. അങ്ങനെ പാടി 9ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും അപ്പൻ അവിടെ നിന്ന് ട്രാൻസ്ഫറായി കൊല്ലത്ത് വരുന്നു. കൊല്ലത്ത് വന്ന് ഞാൻ ഹൈസ്കൂളും കോളേജും കൊല്ലത്തായിരുന്നു. അപ്പോൾ കോളേജിൽ വന്നപ്പോൾ എൻ്റെ കൂടെ പഠിച്ചതാണ് മുകേഷ്. പിന്നെ ബാലേന്ദ്രമേനൻ എൻ്റെ സീനിയറായിരുന്നു, അദ്ദേഹം 5 ക്ലാസ് സീനിയറായിരുന്നു, MA-ക്കായിരുന്നു. സുരേഷ് ഗോപി, അവനും എൻ്റെ കൂടെ പഠിച്ച, അവൻ എൻ്റെ ഒരു ക്ലാസ് ജൂനിയറായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ കോളേജിലൊക്കെ വന്നപ്പോഴത്തേക്കും ഈ പറഞ്ഞ പാട്ടായി, അറിയപ്പെടുന്ന രീതിയിലൊക്കെ ആയി, അത്യാവശ്യം പാടും എന്നുള്ളൊരു ലെവലിലായി. അങ്ങനെ കോളേജിലൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒരു ഹീറോ ആയിട്ടൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. ഞാൻ കോമ്പറ്റീഷൻ അങ്ങനെ പോയിട്ടില്ല. കാരണം അങ്ങനെ എന്തോ അങ്ങനെ ഒരു ഇത് കയറിയിട്ടില്ല മനസ്സിൽ. പക്ഷേ അത്യാവശ്യം കോളേജിലെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഫസ്റ്റ് ഒക്കെ ആയിരുന്നു പലപ്പോഴും. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ, സ്കൂളിൽ നിന്ന് തിരഞ്ഞെടുത്താണല്ലോ ഡിസ്ട്രിക്റ്റിന് വിടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പൊതുവിൽ അങ്ങോട്ട് പോയിട്ടില്ല. അങ്ങനെ നിർബന്ധപൂർവ്വം ഒരു സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് ഇയാളെ അയക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ വിടുമല്ലോ, അങ്ങനെ പോയിട്ടില്ല. പക്ഷെ അപ്പോൾ കോളേജ് ബേസിൽ തന്നെ
ഏകദേശം ഉറപ്പിച്ചു. കാരണം ഞാൻ പറഞ്ഞല്ലോ, പ്രീ ഡിഗ്രിക്ക് ഞാൻ അപ്പൻ്റെ പാത പിന്തുടർന്ന് സെക്കൻഡ് ഗ്രൂപ്പാണ് എടുത്തത് ഞങ്ങളുടെ ആ ഒരു സമയത്ത്. ഇന്നത്തെ പോലെ +1 +2 ഒന്നുമില്ല. അപ്പം സെക്കൻഡ് ഗ്രൂപ്പ് എടുത്താണ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ കൊല്ലത്തേക്ക് അപ്പൻ ട്രാൻസ്ഫറായി വരുമ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ യേശുദാസ് വരും. അപ്പോൾ 72-ലാണ്. അപ്പോൾ അദ്ദേഹം സിനിമയിൽ വന്നിട്ട് 10 വർഷമേ ആയിട്ടുള്ളൂ. 61-ലാണ് അദ്ദേഹം സിനിമയിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല പ്രൈം ടൈമിലുള്ള പാട്ടുകളാണ് അന്നേരം വരുന്നത്. ചക്രവർത്തിനി, വസുമതി, അങ്ങനെ കുറേ നല്ല പാട്ടുകൾ. അപ്പോൾ ഇതൊക്കെ എനിക്ക് ബൈ ഹാർട്ടാണ്. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഇദ്ദേഹം വരുമെന്നുള്ളത് നമുക്കറിയില്ല. അവിടുത്തെ പയ്യൻ എൻ്റെ കൂടെ പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അറിഞ്ഞത് ഇങ്ങനെ യേശുദാസ് അവിടെ വരും എന്നുള്ളത്. അങ്ങനെ പിന്നെ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിനെ കാണുന്നു. എന്നെ വിളിച്ചിട്ട് 5-6 പാട്ട് പാടിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിൻ്റെ ശബ്ദമൊക്കെ കൊള്ളാം, സംഗീതം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. ഈ രംഗത്ത് നിൽക്കണമെങ്കിൽ അത്യാവശ്യം ചില സംഗീതമൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ അന്നേരം അതിന് എൻ്റെ മനസ്സിൽ ഇത് കയറി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് മതി എന്ന് തീരുമാനിച്ചത്. കാരണം അന്ന് വൈകിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഗാനമേള ഉണ്ടായിരുന്നു, അതിന് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പം, പ്രത്യേകിച്ച് അന്നത്തെ കാലം, നമുക്ക് ഈ ഫോട്ടോകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ എല്ലാവരും, വിഷ്വലൊന്നുമില്ല. അന്ന് ക്യാമറ പോലും അന്ന് എനിക്ക് തോന്നുന്നു ആരുടെയും കയ്യിലുള്ള സമയമല്ല. ഇന്നിപ്പം മൊബൈൽ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എടുക്കാം. മറ്റേ അന്ന് ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആരുടെയെങ്കിലുമൊക്കെ കയ്യിലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോൾ ഇതാണ് യേശുദാസ് എന്നുള്ള ആ ഒരു ഫീലായിരുന്നു മനസ്സിൽ. അത് കഴിഞ്ഞ് ഗാനമേളയ്ക്ക് വന്നപ്പം അവിടെ മണ്ണ് നുള്ളിയിട്ട് താഴെ വീഴില്ല, അത്ര ജനം. 1, 2 ഇദ്ദേഹത്തെ ഓരോരുത്തർ തൊട്ടു നോക്കുന്നു, പിടിക്കുന്നു. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്കും ഇതൊരു കൊള്ളാലോ എന്നുള്ളൊരു. അതുകൂടാതെ ആ ഓർക്കസ്ട്ര ഒരു പിന്നെ മെറൂൺ കളറിലുള്ള ഡ്രസ്സായിരുന്നു അവരിട്ടിരുന്നത്. ഇദ്ദേഹം അതിൻ്റെ നടുക്ക് തൂവെള്ള വസ്ത്രത്തിൽ നിൽക്കുന്നു. സുജാത അന്ന് 12-13 വയസ്സേ ഉള്ളൂ. അപ്പോൾ സുജാതയും ഈ പറഞ്ഞ ഫ്രോക്കും മറ്റേ സ്റ്റോക്കിങ്സും ഒക്കെ ആയിട്ട് വെള്ള. അപ്പോൾ കാണാനും കൊള്ളാം, നല്ലൊരു എഫക്റ്റ് ഉണ്ട്. പിന്നെ ഈ ശബ്ദം പുറത്തോട്ട് വന്നപ്പം അതൊരു വല്ലാത്തൊരു ഫീലായിരുന്നു അത്. അപ്പോൾ അന്ന് അവിടെ വെച്ച് തീരുമാനിച്ചു, മതി, നമുക്ക് ഇതാണ് നല്ല വഴിയെന്ന്. അങ്ങനെ തീരുമാനിച്ചാണ് ഞാൻ സംഗീതം മുമ്പോട്ട് കൊണ്ടുപോയത്. അങ്ങനെ പ്രീ ഡിഗ്രി കൊലച്ചു, പൊട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൻ്റെ ആ ഒരു ഇത് പോയി. കാരണം ഡോക്ടർ എന്നുള്ള ആ ഒരു ഇത് പോയി. ഇനി BSc കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പറ്റത്തുള്ളൂ, അല്ലാതെ. അപ്പോൾ അങ്ങനെ BScക്ക് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ കോമേഴ്സ് എടുത്തു. അപ്പോൾ പിന്നെ പുള്ളി ഉറപ്പിച്ചു, ഇനി രക്ഷയില്ല. അപ്പോൾ പിന്നെ ഓക്കെ, അങ്ങനെ സംഗീതം പഠിക്കാൻ തുടങ്ങിയത് ഞാൻ. എന്നോട് പറഞ്ഞ ആ ഒരു വാക്കാണ് എനിക്ക് കൂടുതൽ അത്യാവശ്യം ഈ രംഗത്ത് നിൽക്കണമെങ്കിൽ സംഗീതം പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പം അങ്ങനെ ഞാൻ പിന്നെ മങ്ങാട് തങ്കപ്പൻ ഭാഗവതർ എന്ന് പറഞ്ഞ് കൊല്ലത്തുള്ള അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ തുടങ്ങിയത്. അതൊരു ഈ പറഞ്ഞ 1.5 വർഷമേ പോയുള്ളൂ മുമ്പോട്ട്. അത് കഴിഞ്ഞ്, കാരണം അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം കാരണം ശബ്ദത്തിൻ്റെ കാര്യത്തിലൊക്കെ അന്നത്തെ ചില ഭാഗവതന്മാരൊക്കെ അവരുടെ ഒരു ശൈലിയിൽ പാടാനായിട്ട് നിർബന്ധിക്കും. കാരണം അതങ്ങനെയാണ്. ഇപ്പം നമ്മൾ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ പാട്ട് കേട്ടാൽ നമുക്ക് ആ ശബ്ദത്തിലൊന്നും തോന്നില്ല, അല്ലേ? അതിൽ അവരുടെ ഭാവനയാണ്. ഇപ്പോൾ നല്ലൊരു ക്ലാസിക്കൽ സംഗീതജ്ഞൻ എന്ന് പറയുമ്പം ആണായാലും പെണ്ണായാലും അവരുടെ ശബ്ദത്തിനല്ല അതിനകത്ത് പ്രാമുഖ്യം. അതിനകത്ത് വരുന്നത് മുഴുവൻ അവരുടെ ഭാവനയാണ്. അതുപോലെ അവരുടെ ശൈലിക്ക് വ്യത്യാസം വരാം. ഇപ്പോൾ ഇന്ന് പാടുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പം നാളെ പാടുമ്പോൾ. അപ്പോൾ അതൊക്കെയാണ് അവരുടെ ആ ഒരു സ്കില്ലെന്ന് പറയുന്നത്. പക്ഷേ ലൈറ്റ് മ്യൂസിക്കിൽ അങ്ങനെയല്ല. നമുക്ക് ആ ഭാവം ഒക്കെ വരുന്നത് ശബ്ദത്തിലാണ്. അതുപോലെ അക്ഷരങ്ങൾ പറയുന്നതിൽ, അങ്ങനെയൊക്കെയുള്ള കുറേ ഇതിലാണ് ലൈറ്റ് മ്യൂസിക് പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഈ ക്ലാസിക്കൽ തന്നെ നിർബന്ധിക്കുമ്പം എനിക്ക് അങ്ങനെ ഒരു പേടി, ദൈവം ഇനി ഈ ശൈലിയിലോട്ട് ഞാൻ പോവും. അപ്പോൾ കാരണം അതുവരെ എൻ്റെ മനസ്സിലിരിക്കുന്ന യേശുദാസിൻ്റെ ശബ്ദമാണ്. അപ്പോൾ അതിൽ നിന്ന് മാറാൻ എനിക്കും ബുദ്ധിമുട്ട്. അന്ന് കൂടുതൽ ഈ സിനിമ പാട്ട് കേട്ടിട്ട് അത് മറ്റേ റേഡിയോയിൽ കേട്ടിട്ട് നമ്മളത് 2-3 പ്രാവശ്യം കേൾക്കുമ്പോൾ പഠിക്കും. ക്ലാസിക്കലിനെ കാണുന്നില്ല. ക്ലാസിക്കൽ ഇത്രയ്ക്ക് ആവശ്യമുണ്ടെന്നൊന്നും നമുക്ക് തലയിൽ അന്നേരം പോകുന്നില്ല. 10-18 വയസ്സായി.
പക്ഷെ ഇതൊരു മസ്റ്റാണ്, അല്ലെങ്കിൽ ബേസിക്കായിട്ട് നമുക്ക് പാട്ടിന് ആവശ്യമുള്ളൊരു സാധനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഈ സിനിമാ പാട്ട് കേട്ടിട്ട് അതുപോലെ അത് പാടുന്നു, ആ മ്യൂസിക്കൊക്കെ കറക്റ്റായിട്ട് കിട്ടിയാൽ അതുപോലെ നമ്മൾ ആ സ്ഥലത്ത് പാടും. പക്ഷേ ഇത് കൃത്യമായിട്ട് അതിൻ്റെ അളവുകളും കാര്യങ്ങളും ഒക്കെ പഠിച്ച് വരേണ്ടതാണ് എന്നുള്ളത്, ആ ഒരു സീരിയസ്നെസ് വരുന്നത് പിന്നെയും കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. അപ്പോഴത്തേക്കും വർഷങ്ങൾ കടന്നു പോവാണ്, നമ്മുടെയും അവസരങ്ങളും അന്നേരം ഈ പറഞ്ഞ പോലെ കിട്ടാതെ പോകുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ സംഗീതം പഠിക്കാനായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഉള്ള അവസരം കൂടെ കിട്ടില്ല. അപ്പോഴത്തേക്കും നമ്മളും ഇതിനകത്തുനിന്ന് മാഞ്ഞു പോകും. അപ്പോൾ ആ നിൽക്കുന്ന ലെവലിൽ അങ്ങോട്ട് മുമ്പോട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തിൽ ഇതിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അതാണ് പറ്റിയത്. പക്ഷേ പിന്നീട് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, കുറച്ച് കീർത്തനങ്ങളും വർണ്ണങ്ങളും ഒക്കെ പഠിച്ചപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ആ കയറ്റിറക്കങ്ങൾ അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. കാരണം അപ്പോഴത്തേക്കും റെക്കോർഡിങ്ങിലേക്ക് ഇറങ്ങി 82 ഒക്കെ ആയപ്പോൾ ഇവിടെ പ്രൈവറ്റ് കാസറ്റ് കമ്പനികൾ ആദ്യമായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ സ്റ്റുഡിയോസ് വരാൻ തുടങ്ങി. മറ്റേത് തരംഗിണിയുമല്ല, ആദ്യകാലങ്ങളിൽ HMV, ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്, പിന്നെ ഇൻ്റർകോ, പിന്നെ വേറെ ഏതൊരു കമ്പനി കൂടെ ഉണ്ടായിരുന്നു. ഇവർ മാത്രമേ ഉള്ളായിരുന്നു. അത് മദ്രാസിലായിരുന്നു. അപ്പോൾ അന്ന് ഇത് മറ്റേ അരക്കിൻ്റെ ഡിസ്ക്കാണ്, പിന്നെ ഒരു പ്ലാസ്റ്റിക് ഡിസ്ക്കൊക്കെ വരുന്നത്. അപ്പോൾ അന്ന് എത്ര ഡിസ്ക് അടിക്കണം എന്ന ഒരു സിനിമാ കമ്പനിയോ അല്ലെങ്കിൽ അന്ന് ഈ പ്രൈവറ്റ് കാസറ്റ് പാട്ടുകൾ ഇറക്കുന്നവർ വളരെ ചുരുക്കമാണ്, അല്ലെങ്കിൽ ആ കമ്പനി തന്നെ ആയിരിക്കും ഇറക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ HMVയുടെ ഒക്കെ ലളിതഗാനങ്ങളൊക്കെ യേശുദാസിൻ്റെ ഒക്കെ വന്നിട്ടുള്ളത്. അല്ലാതെ പ്രൈവറ്റായിട്ട് ആരും അന്ന് കാശ് മുടക്കി ഇറക്കില്ല. കാരണം അവർ ഇത് പ്രസ് ചെയ്യുന്നതിന് ഒരു കണക്കുണ്ട്, 500, 1000 അങ്ങനെ ഒരു കണക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നമ്മൾ അത്രയും റെക്കോർഡ് അടുപ്പിക്കുമ്പോൾ അതെവിടെയും വിൽക്കാനുള്ളൊരു സോഴ്സ് നമുക്ക് വേണം. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഈ സിനിമാ കമ്പനിക്കാരും ആ HMVയോ ഇൻ്റർകോയോ അങ്ങനെയൊക്കെയുള്ള കമ്പനികൾ മാത്രമേ അന്ന് ഈ ഡിസ്ക് ഇറക്കാറുള്ളായിരുന്നു. അപ്പോൾ നമുക്ക് അവസരമില്ല, അറിയപ്പെടുന്നവരെ മാത്രമേ അവർ വിളിക്കുകയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 78 തരംഗിണി ആരംഭിക്കുന്നത്. അപ്പോൾ ആ കാസറ്റ് യുഗം അവിടെ തുടങ്ങുമായിരുന്നു. യേശുദാസിൻ്റെ നേതൃത്വത്തിൽ തരംഗിണി ആരംഭിക്കുന്നു. അപ്പോൾ കാസറ്റാണ് ആദ്യമായിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഈ കാസറ്റ് അന്ന് റെക്കോർഡർ ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ഒരു ടേപ്പ് റെക്കോർഡറുമായിട്ട് വരുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇത് എൻ്റെ അകത്തിട്ടിട്ട് എറേസ് ചെയ്യാം, ആ എറേസ് ചെയ്ത സ്ഥലത്ത് നമുക്ക് വീണ്ടും പാടിയെടുക്കാം എന്നൊക്കെ ഉള്ളൊരു ഇത് വന്നപ്പോഴത്തേക്കും പുതിയ കാസറ്റ് കമ്പനികൾ ആദ്യമായിട്ട് വരുന്നു. അങ്ങനെ അവർ എന്നെ സമീപിക്കുന്നു. അപ്പോൾ ഞാൻ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനായിട്ട് നിൽക്കുക അന്നേരം. അപ്പോൾ അത് ഈ ക്ലാസിക്കൽ മ്യൂസിക് നേരത്തെ പഠിച്ചു, ഇതിന്റെ ഇടയിലുള്ള സ്പേസിലൊക്കെ എന്താണ് അപ്പോൾ ഈ ഗാനമേള അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെ തുടങ്ങിയിരുന്നു ആ സമയത്ത്? 78 ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ BCom പഠനം നടക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ അത്യാവശ്യം ക്ലാസിക്കൽ പഠിക്കാൻ തുടങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ ഗാനമേള പോകുമായിരുന്നു. അപ്പനറിയാതെ ഗാനമേളയ്ക്കൊക്കെ പോകുമായിരുന്നു. അങ്ങനെ തുടങ്ങി ഒരു 2 വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 78 ആയപ്പോഴത്തേക്കും കൊല്ലത്തൊരാളുണ്ട് നന്നായിട്ട് പാടും എന്ന് പറയുന്ന ഒരു രീതി കാസർഗോഡ് വരെ പോയി കിട്ടി. അന്ന് ഈ വാമൊഴിയാണല്ലോ, അപ്പോൾ പറഞ്ഞത് കുറച്ച് എക്സാജറേഷനൊക്കെ കൂടെ ആകുമ്പോഴത്തേക്കും അങ്ങനെ പെട്ടെന്ന് അറിയപ്പെട്ടു. ഒരു 2 വർഷം കൊണ്ടൊക്കെ തന്നെ അത്യാവശ്യം പേര് അറിയുന്ന ഒരു ലെവലിലേക്ക് എത്തി. ഞാനിട്ടല്ല, പക്ഷെ ജനം പറയുമായിരുന്നു കൊല്ലത്ത് യേശുദാസിനെ പോലെ പാടുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞാണ് അത് അങ്ങനെ ആയത്. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അച്ഛനും അച്ഛൻ്റെ അച്ഛനും ഒക്കെ ഡോക്ടർമാരായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും 1930-40 കാലഘട്ടത്തിൽ ഈ ആതുര ശുശ്രൂഷ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും വെള്ള വസ്ത്രധാരികളായിരുന്നു. ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ്, അറ്റൻഡർമാർ. അപ്പം ഞാൻ അപ്പൻ്റെ കൂടെ ചിലപ്പം എന്തെങ്കിലും പനിയോ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ ചെല്ലുന്ന സമയത്ത്, അന്ന് മെഡിക്കൽ കോളേജുകളേ ഉള്ളൂ, ഇന്നത്തെ പോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊന്നും അധികം ഇല്ല, വല്ല ക്ലിനിക്കുകളൊക്കെ ഉള്ളൂ. 58 കാലമൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അന്നിങ്ങനെ മെഡിക്കൽ കോളേജും ജില്ലാ ആശുപത്രികളും ഒഴികെ അങ്ങനെ ആശുപത്രികൾ അധികമുള്ളൊരു കാലമല്ല. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പം എല്ലാ ഡോക്ടർമാരും വെള്ള പാൻറ്റും വെള്ള ഷർട്ടുമാണ്. അവർ വെള്ള ചെരുപ്പൊന്നും ഉള്ളവരല്ല, വെള്ള പാൻറ്റും വെള്ള ഷർട്ടും. നഴ്സുമാരാണെങ്കിലും ഇന്നത്തെ പോലെ അല്ല, അന്ന് ഫ്രോക്കായിരുന്നു എല്ലാവർക്കും.
എന്നിട്ട് ലോങ് ഇത് മറ്റേ സ്റ്റോക്കിങ്സ് ആയിരുന്നു. അപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും നഴ്സുമാർ വെള്ളയായിരുന്നു, അറ്റൻഡർമാരെല്ലാം വെള്ള, ലിഫ്റ്റിനടുത്ത് നിൽക്കുന്നവരായാലും ഈ ട്രോളി തള്ളുന്നവരായാലും എല്ലാം വെള്ള വസ്ത്രധാരികളായിരുന്നു. അവർ പാരാമെഡിക്കലായിട്ടിരിക്കുന്നവരും എല്ലാം വെള്ള വസ്ത്രധാരികളായിരുന്നു. അതായിരുന്നു ഒരു ഹോസ്പിറ്റലിൻ്റെ രീതി. പിന്നീടാണ് അത് ലൈറ്റ് റോസിലേക്കും ഇപ്പം നീലയിലും ഒക്കെ വന്നത്. അപ്പോഴും ഡോക്ടർമാരൊരു വെള്ള കോട്ടിടും അവരുടെ ഡ്രസ്സിൻ്റെ മേലെ. അത് അവരുടെ മനസ്സിൻ്റെ നിർമ്മലത കാണിക്കുന്ന ഒരു വസ്ത്രമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ, എനിക്കിപ്പോൾ വയസ്സ് 67, ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഒരു വെള്ള വസ്ത്രധാരിയായിട്ട് ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് വരുന്ന ഒരു പാഠം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരുന്നു മെഡിക്കൽ രംഗം. അപ്പോൾ അതുപോലെ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു എൻ്റെ ഫാദർ. അപ്പം ഞങ്ങൾക്കും അന്ന് മിക്ക സ്കൂളുകളിലും വെള്ള ഷർട്ടും കാക്കി നിക്കർ അല്ലെങ്കിൽ നീല നിക്കർ. ഇന്നത്തെ പോലെ വിവിധ തരം നിക്കറുകളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ പഠിച്ചിടത്തൊക്കെ കാക്കി നിക്കറായിരുന്നു. എനിക്ക് ആലപ്പുഴ ലിയോത്തട്ടിൽ പഠിക്കുമ്പം വെള്ള ഷർട്ടും കാക്കി നിക്കറും. കൊല്ലത്ത് വന്നപ്പോൾ അത് നീല നിക്കറായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 9th-ലും 10th-ലും സ്കൂൾ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ സ്കൂൾ സെക്രട്ടറിക്ക് വെള്ള ഷർട്ടും വെള്ള പാൻറ്റുമാണ്. അപ്പോൾ നമുക്കൊരു 14-15 വയസ്സേ ഉള്ളൂ. അപ്പം 9ാം ക്ലാസ് 10ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ യേശുദാസിനെ കാണുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹം കംപ്ലീറ്റ് വെള്ളയാണ്, ചെരുപ്പും വാച്ചും കൂടെ വെള്ളയാണ്. തൊട്ട് അടുത്ത വീട്ടിൽ വരുമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത് വർഷത്തിലൊരു 2-3 പ്രാവശ്യം പുള്ളി വരും. കാരണം അന്ന് ഇത്ര തിരക്കുള്ള സമയമല്ല, വല്ലതും 10-25 സിനിമയൊക്കെ ഉള്ളൂ ഒരു വർഷം. ഇന്നിപ്പോൾ 150-170 ഒക്കെ ഉള്ള ഒരു രീതിയിലോട്ട് പോയി. അപ്പോൾ ഇത് അന്ന് വെള്ളച്ചെരുപ്പൊന്നും കിട്ടാൻ നമുക്ക് മാർഗ്ഗമില്ല, വെള്ള ഷർട്ടും പാൻറ്റും ഉണ്ട്. അപ്പോൾ അത് അപ്പൻ്റെ നിർബന്ധപ്രകാരം അത് കണ്ടിന്യൂ ചെയ്തു. പിന്നീട് എനിക്കൊന്ന് കോളേജിലൊക്കെ ആയപ്പോഴാണ് എൻ്റെ ചേട്ടനൊക്കെ അവരുടെ ഇഷ്ടത്തിന് ഡ്രസ്സൊക്കെ എടുക്കാൻ തുടങ്ങിയത്. അപ്പം ഞാനിതെൻ്റെ മനസ്സിൽ പിന്നെ കയറിയതുകൊണ്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്തു. ഇപ്പം 53 വർഷമായി ഞാൻ ഈ വെള്ള വസ്ത്രം ധരിക്കാൻ തുടങ്ങിയിട്ട്. ഒരിക്കലും അല്ല. കാരണം അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫാദർ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ 100 വയസ്സ് കണ്ടേനെ. അപ്പോൾ യേശുദാസിന് 84 ആയുള്ളൂ. അപ്പോൾ യേശുദാസിനെ അദ്ദേഹം അനുകരിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഞാൻ നിർബന്ധപൂർവ്വം പുള്ളി അത് കണ്ടിന്യൂ ചെയ്യിപ്പിച്ചല്ല ചെയ്തു. ഞാനത് കണ്ടിന്യൂ ചെയ്തു. പിന്നീട് ദാസേട്ടനെ കണ്ടപ്പോൾ അത് ഉറപ്പിച്ചു ഞാൻ, ഇത് മതി. കാരണം ആ സ്റ്റേജിൽ ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റേജിൽ പുള്ളിയുടെ ഒരു അപ്പിയറൻസ് കണ്ടപ്പം എനിക്കും തോന്നി ഇത് കൊള്ളാമല്ലോ. കാരണം ഈ പല കൈലി പോലുള്ള ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് സ്റ്റേജിൽ നിൽക്കുന്നതിനേക്കാൾ ഒരു എലഗൻ്റാണ് നമ്മൾ ഒരു തൂവെള്ള വസ്ത്രത്തിലോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് കളറിലോ നിൽക്കുന്നത്. അതൊരു വേറിട്ട് നിൽക്കും. അതുകൊണ്ടാണ് അത് കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ അത് പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അങ്ങ് പൊക്കോട്ടെ, വീട്ടിലും ഒക്കെ അങ്ങനെ തന്നെ അങ്ങായി. അത് തന്നെയല്ല, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കളറൊക്കെ ഇട്ട് നോക്കും. പക്ഷേ അപ്പോൾ എനിക്കിങ്ങോട്ട് എന്നെ തന്നെ പിടിക്കുന്നില്ല. കാരണം കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇത് ശരിയല്ല എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ട് ഞാൻ ഊരി കളഞ്ഞിട്ടുണ്ട്. എന്നാൽ ചിലപ്പോൾ ഈ വീഡിയോഗ്രാഫി വന്ന സമയത്ത് ഫോട്ടോഗ്രാഫർമാർ പറയും, സാറേ ഈ വെള്ളം ഒന്ന് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ പറയും, അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി. എങ്ങോട്ട് കഴിഞ്ഞാലും ആൾക്കാർ അതേ മാർക്കോസ് പോകണമെന്ന് പറയും. അല്ല, അത് നമ്മൾ ഇതിനകത്ത് എടുക്കുമ്പോൾ ഇതിനകത്ത് കൂടുതൽ ഈ ലൈറ്റ് ഇതിലേക്ക് പോകും. അപ്പോൾ സാറിൻ്റെ മുഖം ഇരുണ്ടു പോകും. അപ്പോൾ ഈ മുഖം ഇരുളാതിരിക്കാനായിട്ട് അത്യാവശ്യം കളറൊക്കെ ഇച്ചിരി കോളറയിലൊക്കെ ഇപ്പം ഇടയ്ക്ക് വെക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ അതും വേണ്ട, കാരണം ക്യാമറയൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡായി. അങ്ങനെയാണ് ഇടയ്ക്ക് കുറച്ച് കളറിലേക്ക്, അതും കോളറിലൊക്കെ ഉള്ളൂ വന്നത്. അതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം അതുപോലെ യേശുദാസിനെ അനുകരിച്ചു എന്ന് വേണ്ട. പക്ഷേ ദൈവകൃപയാൽ ഞാൻ പറഞ്ഞു, എനിക്കത് ഒരു നന്മയായിട്ടേ തോന്നിയിട്ടുള്ളൂ. കാരണം മലയാളത്തിൽ അല്ല ഇന്ത്യയിൽ തന്നെ ഞാൻ നോക്കിയിട്ട് വോയിസ് കൺട്രോളും വോയിസ് ക്വാളിറ്റിയും ഉള്ള ഒരു സിംഗർ ഇദ്ദേഹമാണ്. കാരണം 3 സ്ഥായിലും അദ്ദേഹത്തിൻ്റെ ശബ്ദം വിന്യസിക്കാൻ കഴിയുന്ന ഒരു ഗായകൻ ഇദ്ദേഹം മാത്രമാണ്. കാരണം ഹാർമോണിയത്തിൽ 3 സ്ഥായിയാണ് നമുക്കുള്ളത്. അതായത് മധ്യസ്ഥായി, അതിൽ നിന്ന് ഇങ്ങോട്ട് പോയാൽ അതിൻ്റെ താഴത്തെ സ്ഥായി, പിന്നെ അപ്പർ സ്ഥായി, 3 സ്ഥായിയാണ്. ഈ 3 സ്ഥായിലും അദ്ദേഹത്തിൻ്റെ ശബ്ദം നല്ല ക്ലിയറായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഗായകൻ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. അത് ആ ഡെപ്തിൽ തന്നെ കിട്ടുകയും ചെയ്യും. താഴോട്ട് വരുമ്പോൾ കാറ്റാവത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ എനിക്ക് കൂടുതൽ ഇഷ്ടം. 2, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ആൾക്കാർ തന്നെ പറയും, ഈ കളിയാക്കി പറയും, എന്നെയല്ല മൊത്തത്തിൽ പറയും, എടാ നല്ല ഒരു എന്താ പറയുക, മാസ്കുലിൻ അല്ലെങ്കിൽ ഒരു പുരുഷനാണെങ്കിൽ നല്ല ശബ്ദം വേണം, അല്ലെങ്കിൽ വെറുതെ മീശയും വെച്ച് നടന്നിട്ട് കാര്യമില്ല എന്ന് പറയുമായിരുന്നു. അപ്പോൾ ആ ഒരു ഡെപ്ത്, അതാണ്
ഞാൻ ഉദ്ദേശിച്ചത്. അത് ഞാൻ പിന്നെ കൺട്രോൾ എൻ്റെ പ്രാക്ടീസ് കൊണ്ടും ഒക്കെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഒറിജിനലി എനിക്ക് ദൈവം തന്നിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ പ്രായം മുതൽ തന്നെ മറ്റുള്ളവരെ അപേക്ഷിച്ച് എൻ്റെ ശബ്ദത്തിന് ഒരു ഇച്ചിരി ഡെപ്ത് കൂടുതൽ തോന്നിയിട്ടുണ്ട്. അതിപ്പം ഫീമെയിൽ വോയിസിൽ പാടിയാലും ആ ഒരു ക്വാളിറ്റി, ഇപ്പം സുശീലാമ്മയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം അതാണ്. അവരുടെ ആ ശബ്ദത്തിനകത്ത് ശരിക്കും ഒരു ഫെമിനൈൻ വോയിസാണത്. സകലമാന വികാരങ്ങളും അതിനകത്തുണ്ട്. ഇപ്പം പൂന്തേനരുവി എന്ന് പുള്ളിക്കാരി പാടുമ്പോൾ അതിനകത്ത് സകലമാന അതിന് ആ വികാരം വരും. അതേസമയം അത് മറ്റുള്ളവർ മോശക്കാരാണെന്നല്ല, വാണി ജയറാം പാടിയ കുറച്ചും കൂടെ ഷാർപ്പായിരിക്കും. ജാനകിയമ്മ പാടുമ്പോൾ അത് പിന്നെയും ഈ പറഞ്ഞ പോലെ. അപ്പോൾ അവർക്ക് പറ്റിയ പാട്ടുകൾ അവർ നന്നായിട്ട് ഗംഭീരമായിട്ട് പാടി വെച്ചിട്ടുമുണ്ട്. ഇപ്പം എസ് ജാനകിയമ്മയുടെ എത്രയോ നല്ല പാട്ടുകൾ നമുക്ക്, അതുപോലെ പിന്നെ ഒരാൾ നമ്മൾ കണ്ടിട്ടില്ല ആ ഒരു ജനറേഷനിലുള്ള പാട്ടുകാരെ വെച്ച് നോക്കുമ്പോൾ ഇവരെല്ലാം ലെജൻസ് ആയിരുന്നു. ഇപ്പോൾ ദാസേട്ടനായാലും മുഹമ്മദ് റഫി ആയാലും കിഷോർ കുമാർ ആയാലും അന്നത്തെ പാട്ടുകാർ ജയചന്ദ്രനായാലും ഒക്കെ എന്താ പറയുക, എല്ലാവരും ഒന്നിനൊന്നിനും മികച്ച ആൾക്കാരായിരുന്നു. ഇപ്പം ജാനകിയമ്മ, സുശീലാമ്മ, വാണി ജയറാം, ഈവൻ മാധുരി, അവരെല്ലാം ഗംഭീര പാട്ടുകാരല്ലേ. എന്നാൽ എല്ലാവർക്കും നല്ല അവസരം ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെയല്ല. ഇന്നിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരവും എങ്ങനെയെങ്കിലും ഒരാളെ തട്ടിത്തൂകാനുള്ള ആ ഒരു ശ്രമങ്ങൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് അന്നത്തെ സംഗീത സംവിധായകർക്കും പ്രൊഡ്യൂസർമാർക്കും അതുപോലെ ഈവൻ റൈറ്റേഴ്സ്, സ്ക്രിപ്റ്റ് എഴുതുന്നവർക്ക് പോലും നിർബന്ധമുണ്ടായിരുന്നു അവരുടെ ക്യാരക്ടർ അഭിനയിക്കുന്ന, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് ഒരു നല്ല ഒരു രീതിയിലുള്ളൊരു ശബ്ദമുള്ള പാട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ അഭിനയമാണെങ്കിൽ പോലും അന്നത്തെ ഡയറക്ടർമാർക്കൊക്കെ ചില ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇന്ന ആൾക്കാർ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നന്നായിരിക്കും. ഇപ്പോൾ പ്രേം നസീറിൻ്റെ എല്ലാവരും അദ്ദേഹത്തെ കുറ്റം പറയാറുണ്ട്, ഒരേപോലെയാണെന്ന്. പക്ഷെ അതുപോലെ അദ്ദേഹത്തിൻ്റെ ഓരോ ഗാനരംഗങ്ങളും എടുത്ത് നമ്മൾ നോക്കിക്കും. ഒരു 10 ഗാനരംഗങ്ങൾ 10 സിനിമയിൽ എടുത്ത് നോക്കിക്കും, എല്ലാം വെറൈറ്റിയാണ്. എന്നാൽ ഒരേ സ്ഥലം തന്നെയായിരിക്കും. അത് ഇപ്പം മമ്മൂട്ടി അഭിനയിച്ചാൽ ശരിയാവുമോ? ഒരിക്കലും ആവില്ല. പിന്നെയും കുറച്ചും കൂടെ വേണമെങ്കിൽ പറയാം. പക്ഷെ അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്ന പോലത്തെ ഒരു രസവും ഒരു സുഖവും വേറൊരു ആർട്ടിസ്റ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഗാനരംഗങ്ങളിൽ അഭിനയം വേറെയാണ്, ഗാനരംഗങ്ങളിൽ നമുക്ക് ഒരിക്കലും മടുക്കത്തില്ല. അതേസമയം ഇപ്പം ഞാനാണെങ്കിൽ പോലും ഇപ്പോൾ എല്ലാത്തിനും അഭിനയിക്കണം. ഒരു പാട്ട് ക്രിസ്ത്യൻ ഡിവോഷനിൽ പാടിയ പോലെ അഭിനയിക്കണം. അപ്പം എന്താ, നമുക്ക് സ്ഥിരം വരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, അതേ വരൂ. മറ്റേ ഇദ്ദേഹം അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് ചെയ്യാറുണ്ട് ഓരോ പാട്ടും. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. എന്ന് പറഞ്ഞ പോലെ അവർ അന്നത്തെ ഡയറക്ടർമാരൊക്കെ അങ്ങനെയുള്ള കുറേ ആൾക്കാരെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ ആയിരുന്നു സംഗീതത്തിലും. ഡിവോഷണൽ സോങ്സ് രംഗത്തേക്ക് എങ്ങനെയായിരുന്നു? ചെറുപ്പത്തിൽ തന്നെ പള്ളി അതുപോലെ അത് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു ക്രിസ്തീയ അടിത്തറയിൽ വളർന്ന ആളാണ്. പക്ഷേ ഞാൻ എല്ലാ പള്ളികളിലും പോകും. അല്ലെ, ഇപ്പം ഞാൻ ജന്മം കൊണ്ട് ഓർത്തഡോക്സുകാരനാണ്. പക്ഷെ ഞാൻ CSI പള്ളിയിൽ പോവും, ഓർത്തഡോക്സ് പള്ളിയിൽ പോവും, മറ്റേ യാക്കോബായ പള്ളിയിൽ പോവും, കത്തോലിക്ക പള്ളിയിൽ പോവും, ഈവൻ പെന്തക്കോസ്ത് ഇതിന് വേണമെങ്കിലും പോകും. കാരണം ഇവരൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. 1. 2, ഇതിൻ്റെ എല്ലാം ബേസിക് ജീസസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയിലാണ്. അപ്പോൾ ജീസസ് പറഞ്ഞിട്ടില്ല നീ ഓർത്തഡോക്സ് ആണ്, നീ യാക്കോബായാണ്, അങ്ങനെയൊന്നും ജീസസ് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഫാദറും അങ്ങനെയായിരുന്നു. എല്ലാ പള്ളികളിലും അദ്ദേഹം പോകുമായിരുന്നു. അടുത്ത ഏത് പള്ളിയാണോ അവിടെ പോകും. അപ്പോൾ അങ്ങനെ വളർന്നു വന്ന ഒരു അടിത്തറ ഉണ്ട് എനിക്ക്. പിന്നെ അതുകൂടാതെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സിനിമാ രംഗത്തേക്ക് ആയിരുന്നു. എല്ലാ ഗായകരെയും പോലെ എൻ്റെയും പ്രതീക്ഷ അവിടെ തന്നെ ആയിരുന്നു. പക്ഷെ നമുക്ക് അന്ന് കയറാൻ പറ്റത്തില്ല. ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റി ഉള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ സംഗീത സംവിധായകർ അത് നോക്കുമായിരുന്നു. യേശുദാസിനെ വിളിച്ചാൽ ആ പാട്ടിനകത്ത് അദ്ദേഹത്തിൻ്റെ ഉച്ചാരണ സൗകുമാര്യം, അതുപോലെ ഭാവം, അറിവ്, കുറേ നല്ല ഗാനപ്രവീണ വരെ പഠിച്ച വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിനകത്തുള്ളൊരു ജ്ഞാനം എന്ന് പറയുന്നത് ഒരു അപാര ജ്ഞാനമാണ്. മാത്രമല്ല അദ്ദേഹം അതിനുവേണ്ടി മെനക്കെടുന്ന ആളുമായിരുന്നു. ഇപ്പം നമ്മളൊരു ഗാനഭൂഷണം കോഴ്സ് പഠിച്ചു, ഓക്കെ പാസ്സായി, നമ്മൾ അതുകൊണ്ട് പിന്നെ അങ്ങ് പോവുക. ഇദ്ദേഹം പക്ഷെ അതല്ല, നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രവൃത്തി എന്താണേലും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അതുപോലെ ഈ പ്രായത്തിൽ ഇപ്പം 85 വയസ്സായിട്ടാണ് ഇപ്പോഴും അദ്ദേഹം രാവിലെ എഴുന്നേറ്റിരുന്ന്
2 മണിക്കൂർ പാടുമെന്നാണ് എൻ്റെ അറിവ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പം ഞാനാണെങ്കിലും 2 ദിവസം ഗാനമേളൊക്കെ കഴിഞ്ഞു വന്ന് ഉറങ്ങാം എന്ന് വിചാരിക്കും. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് പുള്ളിക്കാരൻ, ശബ്ദമാണേലും. അപ്പോൾ ഇതൊക്കെ നോക്കുന്നവരായിരുന്നു അന്നത്തെ സംഗീത സംവിധായകർ. ഇപ്പം ദേവരാജ മാഷാണേലും ദക്ഷിണാമൂർത്തി സ്വാമി ആയാലും ബാബുക്ക ആണേലും അന്നത്തെ എല്ലാ സംഗീത സംവിധായകരും ആ ഒരു ക്വാളിറ്റി നോക്കി പാടിച്ചിരുന്ന ആൾക്കാരാണ്, ആണിനെയും പെണ്ണിനെയും. അതുകൊണ്ടാണ് ഇവർ പാടിയ പാട്ടുകളൊക്കെ ഇന്നും നിലനിൽക്കുന്നതും ആ ഒരു ക്വാളിറ്റി ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ അതല്ല. അത് കഴിഞ്ഞ് എൻ്റെ ഇപ്പോൾ ഒരു റഹ്മാൻ്റെ ഒക്കെ ഒരു കാലമായപ്പോഴത്തേക്കും മറ്റിപ്പോൾ AI എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ടെക്നോളജിയിൽ കുറേ വ്യത്യാസം വന്നു. അപ്പോൾ ആര് പാടിയാലും പ്രശ്നമില്ല, നമുക്കിങ്ങനെ ആക്കിയെടുക്കാം എന്നുള്ളൊരു സ്ഥിതി വന്നു. മറ്റേ അതല്ലായിരുന്നു. ഞാനൊക്കെ പാടി തുടങ്ങുമ്പം 2 ട്രാക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 4 ട്രാക്കായി. അപ്പോൾ അനലോഗ് റെക്കോർഡിംഗ് ആണ്. അനലോഗ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ടേപ്പാണ്. അപ്പോൾ ഈ ടേപ്പിനകത്തുള്ള സ്പേസിലാണ് ഈ ഗ്യാപ്പ് അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ഹെഡ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അത് 8 ട്രാക്കായി. 8 ട്രാക്ക് വരെ മെഷീൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ടേപ്പിൻ്റെ കനം പിന്നെയും കുറയുകയാണ്. ടേപ്പിൻ്റെ വീതിയല്ല പറഞ്ഞ് അതിനകത്തെ സ്പേസ് കുറയുകയാണ്. അങ്ങനെ വന്നപ്പോഴും വോയിസ് ക്വാളിറ്റി നല്ലതായിരുന്നു. കാരണം അനലോഗ് റെക്കോർഡിങ് കിട്ടുന്ന പോലത്തെ ഒരു ക്വാളിറ്റി ഇപ്പോൾ ഈ മെറ്റാലിക് ഇതിൽ കിട്ടില്ല. ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിനകത്തൊക്കെ നമ്മൾ എടുക്കുമ്പം ആ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. മറ്റേ അനലോഗ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് നല്ല റിച്ച് ആയിരുന്നു. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു കാലഘട്ടത്തിൽ, അത് പ്രത്യേകിച്ചും ദാസേട്ടൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു റിച്ച്നെസ് നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 100-150 ട്രാക്കൊക്കെ ഉണ്ട്. നമുക്ക് എത്രയും ക്രിയേറ്റ് ചെയ്യാം, എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ട്രാക്സ് ഇങ്ങനെ വന്നിട്ട് അതെല്ലാം റെഡ്യൂസ് ചെയ്തിട്ടാണ് അവസാനം 2 ട്രാക്കിലേക്ക് ആക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ വരുന്ന സമയത്ത് 2 ട്രാക്കായിരുന്നു, പിന്നെ 4 ട്രാക്കായി, 8 ട്രാക്കായി, അങ്ങനെ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അന്നൊക്കെ എന്താ പറയുക, ഞാൻ ഈ ആദ്യകാലങ്ങളിലൊക്കെ പാടിയ ആ ഒരു ഡെപ്ത്ത് പിന്നീട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. കാരണം നമ്മൾ കുറച്ചും കൂടെ മച്യൂർ ആവുന്നു, വോയിസ് ആണെങ്കിലും ട്രെയിൻഡ് ആവുന്നു. പക്ഷെ വിചാരിക്കുന്ന ആ ഒരു ഡെപ്ത് ഒന്നും വരുന്നില്ല പലപ്പോഴും. അത് മിക്സ് ചെയ്യുന്ന ആളിൻ്റെ ഒരു ഇതുപോലെ ഇരിക്കും, അവൻ്റെ മൂള വർക്ക് ചെയ്യുന്ന പോലെ ഇരിക്കും. പലരും പല ടൈപ്പാണ്. ഞാൻ എന്തായിരുന്നു പറയാൻ വന്നത്? അപ്പം ആ ഒരു ഡെപ്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പം നമുക്ക് അത്യാവശ്യം നന്നായി പാടുമെന്ന് പറഞ്ഞാലും ഇവരൊക്കെ ഈ രംഗത്ത് അറിയപ്പെടുത്തിയ പാട്ടുകാരാണ്, അല്ല അറിയപ്പെട്ട പാട്ടുകാരാണ്. അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്നെ ഒരു പുതുമുഖം എന്ന നിലയിൽ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ 1 മണിക്കൂർ എടുക്കുമായിരിക്കും ഒരു പാട്ട് പാടാൻ, ചിലപ്പോൾ 1.5 മണിക്കൂർ എടുത്തെന്ന് വരാം. കാരണം അനുഭവമില്ല. നമ്മളത് പഠിച്ച് പാടി റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലാണല്ലോ പിന്നെ പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും അല്ലെങ്കിൽ സംഗീത സംവിധായകനും ഒക്കെ വേണ്ടത്. അപ്പോൾ അത്രയും ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഇവർ എക്സ്പീരിയൻസ്ഡ് ആണ്. കാരണം അവരും വന്നപ്പോൾ ഒക്കെ ഉള്ള പ്രയാസങ്ങളും അല്ലെങ്കിൽ ലിമിറ്റേഷൻസൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ അവർ നമ്മുടെ സമയത്ത് അവർ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ അവർ ആദ്യമേ തീരുമാനിക്കും ഒരു പാട്ട്, നല്ലൊരു സിനിമയിലെ നല്ലൊരു പാട്ട്, ഇത് ദാസ് പാടിയാൽ മതി, അല്ലെങ്കിൽ ഇത് ജയേന്ദ്രൻ പാടിയാൽ മതി എന്ന് അങ്ങനെ ഓരോ കാറ്റഗറൈസ് ചെയ്യുമായിരുന്നു. അത് അവർ പറഞ്ഞിട്ടായിരിക്കത്തില്ല, കാരണം ആ ക്യാരക്ടറിന് അത് വേണമായിരിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഔട്ടായി. പുള്ളി പാടും. അല്ല അതിപ്പോൾ നമുക്ക് അതിനൊന്നും സമയമില്ല നമുക്ക്. കാരണം അന്ന് ചെന്നൈയിൽ മാത്രമേ ഉള്ളൂ സിനിമ റെക്കോർഡിങ്സിൻ്റെ സൗകര്യം. അപ്പോൾ അവിടെ പിന്നെ ലേബറും കുറവായിരുന്നു, വളരെ ചീപ്പായിരുന്നു. ബോംബെയിൽ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ പകുതി കാശുണ്ടെങ്കിൽ ചെന്നൈയിൽ റെക്കോർഡ് ചെയ്യാം. അപ്പം ബോംബെയിൽ നിന്ന് ഹിന്ദി, കന്നഡ, തെലുങ്ക്, മലയാളം, തമിഴ് ഇതെല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത് ചെന്നൈയിലാണ്. അവിടെ ആകപ്പാടെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത് 10-25 നല്ല തിയേറ്ററുകളാണ്. അപ്പോൾ ഇതെല്ലാം മാസങ്ങളോളം ബുക്ക്ഡ് ആയിപ്പോകും നേരത്തെ തന്നെ. അപ്പം നേരത്തെ പിന്നെ മലയാളം സിനിമ ആണെങ്കിലും അന്നത്തെ കാലത്ത് നല്ല കുറേ കമ്പനികളായിരുന്നു സിനിമാ രംഗത്തുണ്ടായിരുന്നത്. മഞ്ഞിലാസ്, അല്ലെങ്കിൽ ഉദയ, നവോദയ, പിന്നെ നീല, ഇങ്ങനെ കുറേ വലിയ കമ്പനികളായിരുന്നു അന്ന് സിനിമയിലുണ്ടായിരുന്നത്. അല്ല ഇന്നിപ്പോൾ എനിക്ക് 1 കോടി രൂപ ഉണ്ട്, എന്നാൽ പിന്നെ ഒരു സിനിമ എടുത്തേക്കാം എന്നും പറഞ്ഞ് പോകുന്ന പോലെ അല്ലായിരുന്നു അന്ന്. ആ കമ്പനികൾ മാത്രമേ സിനിമ എടുക്കുകയുള്ളായിരുന്നു. അപ്പോൾ അവർ നല്ല സ്ക്രിപ്റ്റുകൾ, നല്ല കഥകൾ, നല്ല ആക്ടേഴ്സ്, നല്ല ഡയറക്ടർമാർ ഇങ്ങനെ വെച്ചിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് നമ്മളെ വെച്ച് പരീക്ഷിക്കാനുള്ളൊരു ഇതില്ല. അല്ല, അവൻ നന്നായി പാടും
ഇല്ല, അത് ശരിയാവില്ല. നമുക്ക് ഇത് ദാസ് പാടിയാൽ മതി എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഓട്ടോമാറ്റിക്കലി പോയി. കാരണം ഇത് ഞാൻ പറയാൻ കാര്യം ഞാൻ പറഞ്ഞല്ല, എൻ്റെ വക വാക്കുമല്ല. യേശുദാസ് വന്ന സമയത്ത് അദ്ദേഹം നല്ല പ്രതിഭ തെളിയിച്ച് വരുന്ന സമയം. അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ പാട്ടുകാരെന്ന് പറയുന്നത് പി ബി ശ്രീനിവാസ്, കമൂറ പുരുഷോത്തമൻ, അല്ലെങ്കിൽ അന്നത്തെ കുറേ പാട്ടുകാർ, അത് ഫിക്സഡാണ്. അപ്പോൾ അതിൽ നിന്ന് വേറിട്ടൊരു ശബ്ദമാണ് യേശുദാസിൻ്റെ. പക്ഷെ ആരും പാടിക്കാൻ തയ്യാറല്ല. ദേവരാജ് മാഷ് മാത്രമേ അന്ന് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നുള്ളൂ പുള്ളിക്ക്. അപ്പോൾ കുഞ്ചാക്കോയോട് പറഞ്ഞു, എടോ പിന്നെ ഇത് ഒരു പുതിയ പയ്യൻ വന്നിട്ടുണ്ട്, നമ്മുടെ അടുത്ത പടത്തിൽ അയാൾക്കൊരു ചാൻസ്. അല്ല, അതൊന്നും വേണ്ട, നമുക്ക് പഴയ സ്ഥിരമായിട്ട് പാടുന്നവരൊക്കെ തന്നെ മതി എന്ന് പറഞ്ഞ് അങ്ങനെ 2-3 പ്രാവശ്യം കുഞ്ചാക്കോയോട് പറഞ്ഞിട്ട് കുഞ്ചാക്കോ കേൾക്കാഞ്ഞിട്ട് പുള്ളി വർഗീയം കളിച്ചെന്നാണ് പറയുന്നത്. അതായത് ദേവരാജ് മാഷ് കളിച്ചതല്ല, എടോ അയാളൊരു ക്രിസ്ത്യാനിയാ, അങ്ങനെയെങ്കിലും ഒരു പാട്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞെന്ന് പറയുന്നു. അപ്പോൾ അത് ആണ് അന്നത്തെ കാലത്തും. അപ്പോൾ ഇപ്പം നമ്മൾ വരുമ്പോൾ ഇത് പുതിയതായിട്ടുണ്ടായതൊന്നും അല്ല. അപ്പോൾ നമ്മൾ വരുമ്പം അത് ശരിയാവില്ല, ആ ദാസ് പാടിയാൽ മതി എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതങ്ങ് ദാസേട്ടന് പോകും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഒതുക്കപ്പെട്ടു എന്ന് പറയാൻ ഞാനും അങ്ങനെ എന്നെയും അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനും ഒരു പരിധി വരെ അതൊക്കെ എന്താ പറയുക പറയാൻ ബാധ്യസ്ഥനായിട്ടുണ്ട്. കാരണം പക്ഷേ അന്നത്തെ മെയിൻ പ്രശ്നം ഇത് തന്നെയായിരുന്നു. പ്രൊഡ്യൂസർമാർ, ഡയറക്ടർമാർ ഇവർ പറയുമല്ല അത് വേണ്ട, അത് ദാസ് മതി. പിന്നെ ഇത് വിറ്റെടുക്കണമെങ്കിൽ ഈ ഇതിൻ്റെ റൈറ്റ്സ് ആരെങ്കിലും കമ്പനിക്കാരായിരിക്കുമല്ലോ എടുക്കുന്നത്. അപ്പോൾ അവരും പറയും അല്ല അത് യേശുദാസ് പാടിയാൽ ഞങ്ങൾ ഇത്ര തരാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകും. അപ്പോൾ അതൊരു ഒരു പരിധി വരെ അങ്ങനെയുള്ളൊരു ഒതുക്കലുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഉള്ള ഒതുക്കെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമുക്കൊരു കഴിവുണ്ട്, അതിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് തരാനായിട്ട് ആരും മുമ്പോട്ട് വരത്തില്ല. അവിടെയാണ് വേറെ ഒരു ഇത് വരുന്നത്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിനനുസരിച്ച് ശബ്ദം, ഇപ്പം അന്നത്തെ ദാസേട്ടൻ്റെ ശബ്ദവും നസീർ സാറിൻ്റെ ശബ്ദവും തമ്മിലുള്ള ഒരു ചേർച്ചയും അവരുടെ ഈവൻ ഡയലോഗ് പോലും ചില സിനിമകളിലെ ദാസേട്ടൻ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ക്വാളിറ്റീസും ഉണ്ട്. ഓട്ടോമാറ്റിക്കലി നസീർ സാറിൻ്റെ പാട്ട് മൊത്തം പുള്ളിക്ക് പോകും. അവിടെ ബ്രഹ്മാനന്ദം വന്ന് പാടുമ്പം ശബ്ദമായിട്ട് ചേരത്തതുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് കിട്ടിയിരുന്ന പാട്ടുകൾ കൂടുതലും ബാസിച്ചേട്ടന് വേണ്ടിയിട്ടും, അടൂർ ബാസി. അപ്പോൾ അത് ആപ്റ്റാണ് ആ ശബ്ദം. അങ്ങനെ കുറേ ഇങ്ങനെ മാറിപ്പോവും നമുക്ക്. അപ്പോൾ അതൊക്കെ ആയിരുന്നിരിക്കാം ഒരു പക്ഷേ എന്നെയും ബാധിച്ചത് അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഈ ജൂനിയർ യേശുദാസ് എന്നുള്ള ടാഗിൽ അങ്ങനെ പാടുന്നത് അതൊരു ഡ്രോബാക്ക്, അതൊരു റീസൺ. പക്ഷെ അതൊരു റീസൺ ആണോന്ന് ചോദിച്ചാൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല. ഇപ്പം ഒരാളൊരു കാര്യം ചെയ്യുന്നത്, നമ്മളെല്ലാവരും നമ്മുടെ പരിസ്ഥിതിയെയും നമ്മുടെ അച്ഛനമ്മമാരെയും സാറന്മാരെയും സമൂഹത്തെയൊക്കെ നമ്മൾ അറിയാതെങ്കിലും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തു പോവും, അല്ലെങ്കിൽ ഫോളോ ചെയ്തു പോവും. ഇപ്പം തന്നെ ഒരു കുഞ്ഞുണ്ടായി, ഒരു പുതിയ ദമ്പതികൾക്ക് അവർ പ്രായത്തിൽ എല്ലാം കൊണ്ടും ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടാകുമ്പം ഒരു കുഞ്ഞുണ്ടായി അത് വളർന്നോളൂ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുമോ? ഇല്ല. നമ്മളതിനെ എടുത്തിട്ട് ഇങ്ങനെ ഇപ്പം ഒരു ലൈറ്റ് എന്താണെന്നൊരു കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് ഞാൻ പഠിപ്പിച്ചത് ഓണും ഓഫും ആക്കി കാണിക്കും. അപ്പോൾ ആദ്യം ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ഓഫാക്കി മനെ ലൈറ്റ് ഏതാ? അപ്പോൾ ലൈറ്റ് എന്ന് അതിന് മനസ്സിലായി ഇതാണ് ലൈറ്റ്. അതുപോലെ കാക്കയെ നമ്മൾ കാണിച്ചിട്ട് പിന്നെ പല പ്രാവശ്യം ആകുമ്പോൾ ഇതാണ് കാക്ക. അങ്ങനെയാണ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ സമൂഹത്തെയും ചുറ്റുപാടിനെയൊക്കെ നമ്മളറിയാതെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു ഇത് നമ്മളിലേക്ക് വരും. പക്ഷെ നമ്മളത് ഇമിറ്റേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അടക്കാറില്ലല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇപ്പം നല്ലൊരു ഗായകൻ അല്ലെങ്കിൽ നല്ലൊരു അഭിനേതാവ് അവരുടെ ചില സ്കിൽസ് നമ്മളിലേക്ക് വരുമ്പം അതെടുത്ത് ആൾക്കാർ പറഞ്ഞിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നു, യേശുദാസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ വെള്ളം എനിക്കിപ്പോൾ ഇടാൻ വയ്യാത്തൊരവസ്ഥയിലായി. കാരണം വെള്ളം ഇട്ടാൽ യേശുദാസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. അത് എനിക്ക് മാത്രമേ ഉള്ളൂ ഈ കുഴപ്പം. കാരണം ശബ്ദത്തിൻ്റെ ഡെപ്തുള്ള പാട്ടുകാരിൽ ഒരാൾ ഞാനേ ഉള്ളൂ. മറ്റവർക്ക് ആ ഒരു ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അവർ വെള്ളം ഇട്ടാൽ യേശുദാസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്ന് ആരും പറയാറില്ല. അപ്പോൾ അതൊരു വലിയൊരു ചില പാട്ടുകൾ നിങ്ങൾ ഈ ഐഡന്റിഫിക്കേഷൻ തന്നെ മാറിപ്പോകാറുണ്ട്. ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അത് ചെറുപ്പം മുതലേ ഞാൻ ഒരു 7 വയസ്സ് മുതലേ എൻ്റെ ചെവിയിൽ നിൽക്കുന്ന ശബ്ദം അതാണ്. അപ്പോൾ ആ ഒരു ഇത് എൻ്റെ മനസ്സിലിങ്ങനെ കിടപ്പുണ്ട്, ആ ഒരു ശബ്ദം. അപ്പം ഞാനത് എങ്ങനെ പാടിയാലും
അതിലേക്ക് വരും കുറച്ചൊക്കെ. പക്ഷെ അപ്പൊ അത് ഈ കോളേജ് ഡേയ്സിൽ ഈ പറഞ്ഞ കോളേജ് ഡേയ്സ് കഴിഞ്ഞിട്ട് ഗാനമേള ടൈമിൽ പക്ഷെ അങ്ങനെ ഒരു കോൺഷ്യസ് എഫേർട്ട് നടത്തിയിട്ടുള്ളത് ഒരിക്കലും ഞാൻ അതിന് വേണ്ടി യേശുദാസിന്റെ ശബ്ദം ആക്കിക്കളയാന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പാടിയിട്ടില്ല. കേൾക്കുമ്പം നമുക്ക് തന്നെ അറിയാം ഇവിടെ അതുപോലെ വന്നിട്ടുണ്ട്, ഇവിടെ എങ്ങനെ വന്നിട്ടുണ്ട്, അങ്ങനെ ഉള്ളൊരു ഇത് ഞാൻ നോക്കിയിട്ടുള്ളൂ. അല്ലാതെ ഞാൻ അതിന് വേണ്ടി ഇപ്പം ചിലരൊക്കെ ഇരുന്നു അതുപോലെ കഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഏത് അളവ് അദ്ദേഹം പാടുന്നു, അല്ലെങ്കിൽ ഏതൊരു ചിലപ്പോൾ അത് വെള്ളി അടിച്ചായിരിക്കാം, പക്ഷെ അത് തന്നെ പഠിച്ച് വീണ്ടും സ്റ്റേജിൽ പാടുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാൻ മെനക്കെട്ടിട്ടില്ല. കേൾക്കും നമുക്കൊരു മൊത്തത്തിലൊരിത് കിട്ടും, അതൊന്ന് പാടും, അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് വേണ്ടി ഇരുന്ന് ആ ശബ്ദം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം റാ പറയുന്നത് ഇങ്ങനെയാണ്, കാ പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെയൊന്നും ഞാൻ നോക്കാറൊന്നുമില്ല. നമ്മൾ കുറേ നാച്ചുറലായിട്ട് കിട്ടിയിട്ടുണ്ട്, കുറേ. ഇപ്പം രൂപം തന്നെ ചിലപ്പോൾ ചിലർ പറയാറുണ്ട്, അപ്പം പിന്നെ നമ്മളത് വേറെ രീതിയിലായി പോകും, അതെങ്ങനെ വന്നു എന്നൊക്കെ ചില സമയത്ത് അങ്ങനെ. അതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരാളുണ്ടെങ്കിൽ ആ ഇതിനെ പണ്ടങ്ങനെ എന്തോ ഒരു ചൊല്ലുണ്ട്, ഒരാളെ തന്നെ നനച്ചിരുന്നാൽ അല്ലേ, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ പാട്ടെന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ശബ്ദം ഇദ്ദേഹത്തിൻ്റെ ശബ്ദമാണ്. അതുകൊണ്ടായിരിക്കും അതങ്ങനെ വരുന്നതല്ല, ഞാനായിട്ട് അതിന് വേണ്ടി മെനക്കെട്ടിട്ടില്ല. പിന്നെ ഇപ്പം ഞാൻ പാടുമ്പോൾ എൻ്റെ പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ പാട്ട് ഞാൻ പാടുമ്പോൾ ഒരു 90% അല്ലെങ്കിൽ 95% അതുമായിട്ട് ചേരാൻ നോക്കും. കാരണം അത് അദ്ദേഹത്തിൻ്റെ പാട്ടാണ്. ഞാൻ പാടുമ്പോൾ എൻ്റെ സ്വന്തം പാട്ടുകൾ പാടുമ്പോൾ ഞാൻ അങ്ങനെ വരാതെ നോക്കും. എന്ന് വെച്ചാൽ അത് പിന്നെ എൻ്റെ പാട്ടാണെന്ന് എനിക്കെങ്ങനെ പറയാൻ പറ്റും? ഇപ്പം ഞാൻ ഇസ്രായേലിൽ നാഥൻ പാടി, അത് ഹിറ്റാണ്. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ പാടി വെച്ചാൽ അയ്യോ ഇത് യേശുദാസ് പാടിയല്ലേ എന്നല്ലേ ചോദിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കഴിയുന്നത് അങ്ങനെ വരാതിരിക്കാൻ നോക്കും. എന്നാലും അവിടെ ഇവിടെയൊക്കെ വരും ചില പാട്ടുകൾ, ചില പ്രത്യേക ശ്രുതിയിൽ, പ്രത്യേകിച്ച് ബേസൊക്കെ വരുമ്പം ചിലപ്പോൾ അങ്ങനെ തോന്നും. അത് നാച്ചുറലായിട്ട് വരുന്നതല്ല, നമ്മളായിട്ട് അതിന് വേണ്ടി മെനക്കെട്ടൊന്നും ഉണ്ടാക്കിയെടുക്കാറില്ല. നേരിട്ട് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. കാരണം പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ ഉപദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഈ വെള്ള വസ്ത്രത്തെ പറ്റിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റിയോ ഒന്നും കംപ്ലൈൻറ്റ് പോലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരിക്കൽ മനോരമ ചാനലിലാണെന്ന് തോന്നുന്നു ഒരു ഇൻ്റർവ്യൂ വന്നപ്പം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പം ഇൻ്റർവ്യൂവർ ചോദിച്ചു, അല്ല ദാസേട്ട, അപ്പം അന്ന് അദ്ദേഹം താടി ഇങ്ങനെ കറുപ്പിൽ നിന്ന് വെള്ളയിലോട്ട് വരുന്ന ഒരു സമയമാണ്, ഇതെന്താ താടിയൊന്നും ഇനി ബ്ലാക്ക് ആക്കുന്നില്ലേ, കറുപ്പിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞില്ല, ഇനിയും ഞാൻ താടി കറുപ്പിക്കുന്നില്ല, ഇനി ഇതെങ്ങാനും കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുള്ളി ഒന്ന് കൊണ്ട് നിർത്തി. അപ്പം അതിൻ്റെ തൊട്ടടുത്ത ദിവസം എനിക്കൊരു റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു മനോരമയുടെ തന്നെ. അപ്പോൾ അതിൻ്റെ പ്രൊമോഷന് വേണ്ടി വന്ന ആൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ ദാസേട്ടൻ ഇന്നലെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 40-45 ആകുമ്പോൾ നരച്ചു തുടങ്ങും. അപ്പം നരയ്ക്കണ്ട എങ്കിലും ഒരു മരുന്നും കൂടെ പറഞ്ഞു തന്നാൽ ഉപകാരമായി എന്നിങ്ങനെ ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞു. അത് വലിയ എടുത്തിട്ട് അലക്കി അങ്ങനെ പ്രശ്നമായി. ഗാനമേളകളിൽ പലപ്പോഴും ഈ മനഃപൂർവ്വമാണോ അദ്ദേഹം മാറ്റി പാടുന്നത്, അതോ ചിലപ്പോൾ കൈവിട്ട് പോകുന്ന? അത് തീർച്ചയായിട്ടും ഓർമ്മയും കിട്ടാത്തതുകൊണ്ടൊക്കെ പാടുന്നതാണ്. ഇംപ്രവൈസേഷൻ ചിലപ്പോൾ ചെയ്യാറുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു പലപ്പോഴും കൈവിട്ടു പോകുന്നതാണ്. ഓർമ്മ ഇല്ലാത്തതുകൊണ്ടാണ്. അത് എഴുതി ലിറിക്സ് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, ചിലപ്പോൾ അതിൻ്റെ ട്യൂൺ ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ഒന്ന് പോയി കഴിഞ്ഞ് രണ്ടാമത്തേതാകുമ്പോൾ കറക്റ്റ് ആവും. അതൊരു പ്രത്യേക കഴിവാണ്. കാരണം അത്രയ്ക്കും സംഗീതം കയ്യിലുള്ളതുകൊണ്ടാണ് അതിൽ നിന്ന് പിന്നെ പുള്ളി പോകാത്തത്. അല്ലെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവിടെ കൊണ്ട് നിർത്തിപ്പോവും, എത്തത്തില്ല. അത് തിരിച്ച് പുള്ളി കൊണ്ടുവരും അവിടെ. തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇവർ നമ്മളെക്കാൾ പഠിച്ചിട്ടാണ് അവിടെ വന്ന് ഇരിക്കുന്നത്. അപ്പോൾ അവരപ്പം തന്നെ ചിലപ്പോൾ റിയാക്ട് ചെയ്യും. മറ്റേതല്ല, നമ്മളിപ്പം സാധാരണ ഒരു ഇപ്പം പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, മലയാളി പ്രോഗ്രാമിൽ പോയി കഴിഞ്ഞാൽ കൈയടിക്കത്തില്ല, ഒരുമാതിരി ചതഞ്ഞിങ്ങനെ ഇരിക്കും, ജീവനില്ലാത്ത പോലെ എല്ലാവരും ഇരിക്കുന്നു. അത് മലയാളിയുടെ ഒരു സ്വഭാവമാണ്. പക്ഷേ നമുക്ക് ഈ റിയാക്ഷൻ കിട്ടുമ്പോൾ അറിയാം നന്നായോ അല്ലെങ്കിൽ നമുക്ക് നന്നാക്കാമോ ഇനിയും
എന്നുള്ള ആ ഒരു ഇത് എനിക്ക് ലൈവ് പാടുന്നതാണ് കൂടുതൽ താല്പര്യം. പിന്നെ റെക്കോർഡിങ്ങിന് പോകുമ്പം ഇന്നിപ്പോൾ ഒരുപാട് ഇമ്പ്രവൈസ് ചെയ്യാം. പണ്ട് നമ്മൾ പാടിപ്പോയാൽ അങ്ങനെ തന്നെ പോകണം, കാരണം വെച്ചാൽ ട്രാക്കില്ല. പിന്നെ ഈ ആർട്ടിസ്റ്റുകൾ മൊത്തം രണ്ടാമത് വായിക്കണം. ഇന്നിപ്പോൾ അതല്ല, ആർട്ടിസ്റ്റുകളുടെ എടുത്തു വെച്ചിട്ട് ഓർക്കസ്ട്ര എടുത്തു വെച്ചിട്ട്, കാരണം അതിലിപ്പോൾ എ എന്ന് പറഞ്ഞാൽ എ തന്നെ ആയിരിക്കും, നമുക്കാണ് അത് തൊണ്ടയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ വിൻഡ് ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവർക്കാണ് ആ കറക്റ്റ് നോട്ട് പിന്നെ അവൻ്റെ ഓർമ്മയിൽ നിന്നാണ് വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ തൊണ്ടയിൽ നമുക്ക് ബാസും ട്രിബിളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, അത് എക്സ്പീരിയൻസ്ഡ് ആവുമ്പോൾ. അപ്പം നമുക്ക് അയ്യോ അവിടെ ഇച്ചിരി കൂടെ ബാസ് കൊടുക്കായിരുന്നു, അല്ലെ അവിടെ അത്രയും ബാസ് വേണ്ടായിരുന്നു, അല്ലെ ആ പദം പറഞ്ഞത് ഇച്ചിരി ഭയങ്കര ബ്രൈറ്റായിപ്പോയി, നമുക്ക് ഇച്ചിരി സോഫ്റ്റ്, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ഒന്നുകൂടെ പാടണം എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മാറ്റി പാടാം. മറ്റേതല്ല, പാടിപ്പോയാൽ പോയി. ഈ ദാസേട്ടന്റെ ലൈവ് സിംഗിങ് പലപ്പോഴും നമ്മൾ ഈ റെക്കോർഡഡ് സിംഗിങ്ങിന്റെ ക്വാളിറ്റിയിലേക്ക് എത്താത്ത പോലെ തോന്നാറുണ്ട്. ഉണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? അല്ല, ഇതുകൊണ്ട് തന്നെയാണ്. കാരണം വെച്ചാൽ റെക്കോർഡിങ്ങിന് നമുക്ക് ടെക്നിക്കലി നമുക്ക് ഒരുപാട് ഇമ്പ്രവൈസ് ചെയ്യാം. ബാസും ട്രബിളും അതിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ഘടനയൊക്കെ ഒന്ന് മാറ്റാം, ഇച്ചിരി എക്കോയോ അല്ലെങ്കിൽ റിവേർബൊക്കെ കൊടുത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ നേരത്തെ ഇപ്പോൾ സ്റ്റേജിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് കയ്യിൽ നിന്ന് പോയാൽ പോയി, പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ ഒരു പാട്ട് പാടുമ്പോൾ, ഇപ്പോൾ റെക്കോർഡിങ് നമ്മൾ പാടുമ്പോൾ എല്ലാ ഇൻസ്ട്രുമെൻറ്റിൻ്റെയും ആ ഇൻറ്റൻസിറ്റിയും അവിടെ കിട്ടുന്ന റേഞ്ചും കാര്യങ്ങളും എല്ലാം അവർ നോക്കിയിട്ടാണല്ലോ. അപ്പോൾ നമ്മുടെ വോയിസിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ട്രബിളും ബാസും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. മറ്റേതല്ല, ഒരു കൊട്ടത്താപ്പിനെ നമ്മളിങ്ങനെ വെച്ചിട്ട് അങ്ങ് പാടുകയാണ്, പാടി തുടങ്ങിയിട്ടാണ് പിന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നല്ലൊരു എൻജിനീയർ ആണെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. അത് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ടെക്നീഷ്യൻസ് ആണ് പ്രത്യേകിച്ചും. ഇപ്പോൾ ഒരു പ്രസ്ഥാനത്തിൽ, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൽ പ്രത്യേകിച്ചും ജോലി ചെയ്യുമ്പം അദ്ദേഹത്തെ മാനിക്കുക എന്നുള്ളത് അവരുടെ കടമയാണല്ലോ. അപ്പോൾ അത് അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. കാരണം അത് അദ്ദേഹം പറഞ്ഞിട്ടൊന്നും ആയിരിക്കത്തില്ല, പക്ഷേ ആ ഒരു കൂറുണ്ടല്ലോ നമുക്ക് ആ പുള്ളിയെ കാണുമ്പോൾ, അതുകൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനെ പിന്നെ കാരണം ഇപ്പം ഞാനായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാ തരത്തിലും ഒരു ബലിയാടായത്. പൊതുവെ ഞാൻ പറഞ്ഞില്ലേ, വെള്ളവേഷത്തിലായാലും നടപ്പിലായാലും ശബ്ദം കൊണ്ടായാലും എല്ലാത്തിലും എന്നെ ആയിരുന്നു ടാർഗറ്റ് ചെയ്തിരുന്നത്. എല്ലാവരും, ഈവൻ പ്രസ് പോലും ഒരു പരിധിവരെ ഇത് വെറുതെ ഇഷ്യൂ ആക്കി കൊണ്ടുവന്ന ഒരു പരിധിവരെ പ്രസ് കൂടെ ഉണ്ട്. പിന്നെ അങ്ങനെ വന്നിട്ടുള്ളവർ വളരെ കുറവാണ്. സിനിമ അവർ വന്നങ്ങ് കയറിപ്പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ടാർഗറ്റ് ചെയ്ത സമയത്തൊക്കെ എന്തെങ്കിലും ഒന്ന് ശരി നമുക്കൊന്ന് ഇടുന്ന ഈ മോൾഡ് ഒന്ന് ബ്രേക്ക് ചെയ്യാമെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ബ്രേക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ അന്നേരം ഞാൻ അവിടെ പോയി മദ്രാസിൽ പോയി നിൽക്കണം, കുറേ അധികം അതിനുവേണ്ടി പ്രയത്നിക്കണം. അത് എല്ലാ തരത്തിലും പൈസ കൊണ്ടും മറ്റ് രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ബില്ലിങ് ആവണം. അപ്പോൾ എനിക്ക് അന്നും ഇന്നും അതിനുള്ള മനസ്സുമില്ല. പിന്നെ ഈ അപകടത്തെ തുടർന്ന് പിന്നെ ശാരീരികമായിട്ടൊന്നും നമുക്ക് വിചാരിക്കുന്ന പോലെ ഓടിയെത്താനോ അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉള്ളതുപോലെ മതി എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് ഒതുങ്ങി കുറേയൊക്കെ. അത് മാത്രമല്ല, ഈ സ്റ്റൈൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലെങ്കിൽ അതെന്താ ഇപ്പൊ ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ഈ മാറ്റി പിടിക്കുന്ന ഡ്രസ്സിംഗ് ആണെങ്കിൽ സിംഗിങ് സ്റ്റൈൽ മാറ്റൂ എന്നൊക്കെ. ആ മോൾഡ് ഈ സിംഗിങ് സ്റ്റൈലിനെ പറ്റി ഒരുപാട് പേര് എൻ്റെ നേരിട്ടല്ല, പക്ഷേ ഈ നമ്മൾ ഈ കമൻറ്റിലൊക്കെ ചിലപ്പോൾ കാണുമല്ലോ, യേശുദാസിനെ അനുകരിക്കാൻ പോയതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ആയത്. അതൊക്കെ വെറുതെയാണ്. ശരിക്കും പറഞ്ഞാൽ യേശുദാസ്, ഞാൻ പറയില്ലേ, നമ്മുടെ എൻവയൺമെൻറ്റിനെ നമ്മളെപ്പോഴും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ പരിസ്ഥിതി. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഒരാളൊരു കാര്യം ചെയ്യുന്നു, അത് നല്ലതാണ് എന്ന് തോന്നിയാൽ പുള്ളി കുഴപ്പമില്ല, നമുക്ക് ചെയ്യിപ്പിക്കാം എന്ന് അല്ലേ പറയുക. എന്നാൽ പിന്നെ പുള്ളി വേണ്ട, അതിന് അത് ആണ് പ്രശ്നം. നമ്മൾ ചെയ്യുന്നത് നമുക്ക് തന്നെ അനുകരിക്കേണ്ടി വരുന്ന അവസ്ഥ. അതേ പാട്ട് പോലെ തന്നെ പാടണം. അല്ല, ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പാട്ട് ആര് പാടിയാലും, ഞാൻ പാടിയാലും വേറൊരാൾ പാടിയാലും ഒക്കെ ഈ അളവുകോലും മുമ്പിൽ വെച്ചേക്കുന്നത് യേശുദാസ് എന്ന വ്യക്തിയാണ്. അത്ര എത്തിയോ എന്നേ ചോദിക്കത്തുള്ളൂ. ഞാൻ പാടിയാലും മധുബാലകൃഷ്ണൻ പാടിയാലും എം ജി ശ്രീകുമാർ പാടിയാലും പിന്നെ എം ജി ശ്രീകുമാറുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് ഒരു കാലത്ത് അവിടെ എത്തൂല എന്നുള്ളത്, ആ ഒരു ഡെപ്ത്ത് അത് കിട്ടൂല. അതേസമയം മറ്റവർക്കൊക്കെ ഇച്ചിരൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ അത് അവിടെ യേശുദാസ് പാടി എത്ര എത്തിയോ, അല്ലെ യേശുദാസ് ഇങ്ങനെയല്ലല്ലോ പാടുന്നത് എന്ന് അങ്ങനെ കമ്പാരിസൺ വരുന്ന അപ്പോഴും യേശുദാസുമായിട്ട്.
എന്നാൽ അയാൾ നന്നായി പാടി. ഈ സമയത്തുള്ള എല്ലാ പാട്ടുകാരും അങ്ങനെ ഒരു ചലഞ്ച് ഫേസ് ചെയ്യുന്നുണ്ടെന്നാണ്. ഉണ്ട് ഒരു പരിധി വരെ ഡെപ്തുള്ള പാട്ടുകാർ വരുമ്പോഴത്തേക്കും ഈ ഇതൊരു ഞാൻ പറഞ്ഞില്ലേ അഴക് കണ്ടപ്പ എന്ന് പറയുന്ന പോലെ എന്നും സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മേലെ വേറൊരാൾ വരാനോ അല്ലെങ്കിൽ അയാളുടെ ക്വാളിറ്റീസ് കണ്ടെത്താനോ ശ്രമിക്കുന്നില്ല. എന്നാൽ ഇവൻ കുഴപ്പമില്ല, അവൻ കയറി വരും എന്ന് അങ്ങനെയല്ല. മറ്റ് ഇൻഡസ്ട്രികൾസിലൊന്നും ഇപ്പോൾ ശ്രമിച്ചില്ല, തമിഴിലാണെങ്കിലോ? ഒന്ന് ഞാൻ പറഞ്ഞില്ല, മദ്രാസിൽ പോയി നിൽക്കാനുള്ളൊരു ഇതില്ലായിരുന്നു. പക്ഷേ നമ്മൾ ശ്രമിക്കാതെ തന്നെ ചിലപ്പം അവസരങ്ങൾ വരാം. ഇപ്പം ഞാൻ ഇസ്രായേലിൽ നാദം പാടിയപ്പോൾ അല്ലെങ്കിൽ വേറെ ചില പാട്ടുകളൊക്കെ പാടിയപ്പോൾ തമിഴിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു റേറ്റ് പറയുമ്പം അവരതിന് വില്ലിങ് അല്ല. അവർക്കത് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടണം എല്ലാവർക്കും. അവിടെയാണ് ഈ പ്രശ്നം. ഇപ്പോഴും എൻ്റെ ഈ പ്രായത്തിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഫ്രീ കിട്ടാനാണ് എല്ലാവരും ശ്രമിക്കുക, നമ്മുടെ മലയാളി ഉൾപ്പെടെ. ഏത് കാര്യം ചോദിച്ചാലും. അപ്പം നമ്മൾ നോക്കുമ്പം അപ്പുറത്തൂടെ ലക്ഷങ്ങൾ കൊടുക്കുമ്പോൾ ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് ദാരിദ്ര്യം പറയുക. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ ഈ ബന്ധങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഇപ്പം തന്നെ ഈ പുതിയ തലമുറയിലെ കുട്ടികളെല്ലാം ഞാൻ പറഞ്ഞില്ല, അവിടെ നടന്ന് കാണിക്കുന്ന ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ പ്രായം എന്നെ സമ്മതിക്കുന്നില്ല, എൻ്റെ ഡിഗ്നിറ്റി എന്നെ സമ്മതിക്കുന്നില്ല. അപ്പോൾ എനിക്ക് അവിടെ നടന്നിങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതൊക്കെയാണ് ഈ ബന്ധങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ നമുക്ക് അവനെ വിളിക്കാം, നമുക്ക് ഇവനെ അങ്ങനെ വരുന്ന അങ്ങനെയാണ് കിട്ടുന്നത്. മറ്റേതല്ല, പുള്ളി പാടും, വേണ്ട ഇപ്പം അതിലേലും കേൾക്കാമല്ലോ, വേറെ ആരെങ്കിലും പാടിയാലും കേൾക്കാം. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ശൈലി പോണത്. ഈ ബന്ധങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ സുരേഷ് ഗോപി, സിബി മലയിൽ, മുകേഷ് ഇവരൊക്കെ കോളേജ് മേറ്റ്സ് ഒക്കെ ആയിരുന്നു. ആ സർക്കിളൊന്നും പിന്നെ അതിന്റെ ഒരു ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല. ഓർഗാനിക് ആയിട്ട് ഒരു കണക്ട് വരില്ലേ കോളേജ്? അവർ വിളിച്ചിട്ടുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് പോയി. കാരണം ഞാനാണ് സിനിമയിൽ ആദ്യം വരുന്നത്, ഇവരൊക്കെ പിന്നീട് വന്നവരാ. സിനിമയിൽ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് ഇവരാരും സിനിമയിൽ സജീവമല്ല. പക്ഷേ സിനിമയിൽ ഞാൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ പറയില്ല, എൻ്റെ തൊട്ടടുത്തിരുന്ന് പഠിച്ചതാണ് ഔസേപ്പച്ചൻ വളക്കുഴി. അവൻ 5-6 പടം എടുത്തു, എല്ലാം ഹിറ്റായിരുന്നു. പിന്നെ അതിൽ ഒരു പാട്ട് പോലും ഞാൻ പാടിയിട്ടില്ല ഇന്നുവരെ. എല്ലാം നല്ല പാട്ടുകളുമായിരുന്നു പലപ്പോഴും. പക്ഷെ ഞാൻ ചോദിച്ചിട്ടുമില്ല, പുള്ളിയോട്ട് വിളിച്ചിട്ടുമില്ല. അതേപോലെ സിബി മലയിൽ ഇപ്പം കിരീടമൊക്കെ എടുത്തപ്പോഴാണേലും അയാൾ എന്നെ വിളിച്ചിട്ടില്ല. കാരണം ബന്ധങ്ങൾ വേറെയാണ്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും വന്നാൽ പിന്നെ വേണ്ട, പുള്ളി പാടിക്കോട്ടെ, അങ്ങനെ ഒക്കെ വിട്ടുപോയിട്ടുണ്ട്. അല്ല, സുരേഷ് ഗോപി ആണെങ്കിലും ഇപ്പം ഞാൻ പാടിയ സിനിമകളിലെ പാട്ടുകൾ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം മന്ത്രി കൊച്ചമ്മ അഭിനയിച്ചത് മുകേഷാണ്. അതുപോലെ കടലോരക്കാറ്റിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു മെയിൽ സിംഗർ. അതിൽ 2 പാട്ടും പിന്നെ ഞാൻ പാടിയത് സുരേഷ് ഗോപിയാണ് അഭിനയിച്ചത്. പിന്നെ മുകേഷാണ് എൻ്റെ കൂടുതൽ സിനിമയിൽ മറ്റേ പൂവിൻ പ്രസാദമേന്തി പൊൻദീപകാന്തി ചിന്തി എന്ന് പറഞ്ഞൊരു ഇതിലെ ഇനിയും വരും. ഇത് ഈ ലോകം ഇവിടെ കുറേ മനുഷ്യർ. അതിൽ മമ്മൂട്ടി ആയിരുന്നു മുഖ്യ ക്യാരക്ടർ. പക്ഷേ ഈ പാട്ട് പാടി അഭിനയിക്കുന്നത് മുകേഷാണ്. അതുപോലെ KG ജോർജിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, കഥയ്ക്ക് പിന്നിൽ. അതിലും മമ്മൂട്ടി ഒരു മുഖ്യ ക്യാരക്ടറായിരുന്നു. പക്ഷേ ഞാൻ പാടിയ പാട്ട് അഭിനയിച്ചേക്കുന്നത് ലാലു അലക്സാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് കുറേ ബന്ധങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ അവരും കൂടെ വിചാരിച്ചാലേ അത് പോകുള്ളൂ. ഞാൻ ഓൾറെഡി ഫീൽഡിലുണ്ട്, എന്നാൽ പിന്നെ അവനെ കൊണ്ട് പാടിക്കുക, അതില്ല. അങ്ങനെ ആരും നമ്മൾ ചെന്ന് കണ്ട് ഒക്കെ പറഞ്ഞെങ്കിലേ കിട്ടൂ. അങ്ങനത്തെ ഒരു ശീലമാണ്. എനിക്ക് അങ്ങനെ ഒരു ബന്ധം അധികം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഈ പൊതുവേ ഉള്ള കമ്പനി കൂടലിനെ കുറച്ച് പുറകോട്ടാണ്. അപ്പോൾ അതൊക്കെ ആയിരിക്കാം. എവിടെയെങ്കിലും ഓഫീസുകളിൽ പോയിരിക്കുക, 2-3 മണിക്കൂർ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ കള്ളു കുടിക്കുക, ആ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഞാൻ പണി കഴിഞ്ഞാൽ വീട്ടിൽ പോകും. പിന്നെ അപൂർവ സന്ദർഭങ്ങളിലൊക്കെ ഉള്ളൂ, നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇവരെയൊക്കെ കാണുന്നതും വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെയുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. നേരത്തെ പറഞ്ഞ ഒരു ഡിഗ്നിറ്റി, ആ ഒരു സെൽഫ് റെസ്പെക്റ്റിന്റെ ഒരു സംഭവം ഉണ്ടോ, ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെ മതി, അതായിരിക്കാം ഒരു പരിധി വരെ അങ്ങനെ ആയിരിക്കാം. കാരണം ഒരു പരിധിക്ക് താഴെ പോകാനായിട്ട് പറ്റത്തില്ല. ഒരു പരിധി വരെയൊക്കെ നമുക്ക് അതിനകത്തൂടെ ഒക്കെ പോകാം. പക്ഷേ അതിനപ്പുറമുള്ളൊരു ഇതുണ്ടല്ലോ, അത് നമുക്ക് പറ്റത്തില്ല. അത് കാരണം ആയിരിക്കാം ഇങ്ങനെ ഞാൻ അതിനൊരു
പുറകോട്ട് നിന്നതിൻ്റെ ഒരു കാരണം. ഡിവോഷണൽ സോങ്സിന്റെ കാര്യം പറയുമ്പോഴേ മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പാട്ടുകളെല്ലാം തന്നെ സാർ പാടിയതാണ്. അപ്പോൾ ഒരു കാലത്ത് അതായത് എൻ്റെയൊക്കെ പേരൻസിന്റെ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KG മാർക്കോസിന്റെ കാസറ്റ് നോക്കി എടുത്ത് ഉണ്ടായിരുന്നു. അതിനെ എങ്ങനെ കാണുന്നത്? ഞാൻ നേരത്തെ അതാണ് പറയാൻ തുടങ്ങിയത്. ഡിവോഷണൽ രംഗത്തേക്ക് വരാൻ തുടങ്ങിയതിൻ്റെ ഒരു കാരണം അതാണ്. കാരണം ഈ സിനിമയിൽ വരുമ്പം ഞാൻ പറഞ്ഞില്ലേ, ഓട്ടോമാറ്റിക്കലി അത് ഇവർക്കൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കും. കാരണം അവരുടെ എക്സ്പീരിയൻസും അവർ പാടുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതും അവരുടെ സെയിലും ഒക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ മദ്രാസിൽ അപ്പം ഞാൻ ആദ്യം കേൾക്കാത്ത ശബ്ദത്തിൻ്റെ പാട്ട് പാടിക്കഴിഞ്ഞ് എന്നോട് പലരും പറഞ്ഞു. കാരണം അവിടെയും ഒക്കെ ഈ പറഞ്ഞ പോലെ ഏജൻസ് ഉണ്ട്. അപ്പോൾ അവർ പറയും, സാറേ ഇവിടെ നിൽക്ക്, ഞങ്ങൾ വിളിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഗായകനാണെങ്കിലേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനെ ആണ് അവസരങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ അന്ന് എനിക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. കാരണം 30-35 ഒക്കെ പ്രോഗ്രാം ചെയ്യുന്ന സമയം നാട്ടിൽ, സ്റ്റേജ് പ്രോഗ്രാം. 2 അവിടെ നിന്നാൽ ഇവർ ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു എൻട്രി കിട്ടത്തില്ല. അപ്പോൾ ഡെയിലി നമ്മൾ ഏതെങ്കിലും സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ സംവിധായകൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസുകളിലോ ഒക്കെ കയറി ഇറങ്ങി നടന്നാലേ അവസരം കിട്ടുള്ളൂ. ഇവരുമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് അതിനുള്ള അവസരമില്ലായിരുന്നു. 2, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിയതാണ് ഈ ഫീൽഡിലോട്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ആണ് അല്ലെങ്കിൽ എനിക്ക് പിന്നെ ഇതിനകത്തൂടെ ജീവിച്ചു പോകാൻ പറ്റുമെന്ന് കാണിക്കേണ്ടതും എൻ്റെ ഒരു ആവശ്യമായിരുന്നു. അപ്പം ഞാൻ ആ മദ്രാസിൽ നിന്നില്ല. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോന്നു. പലരും പറഞ്ഞു എന്നോട്, ഇവിടെ നിൽക്കുക, ഇവിടെ നിന്നാലേ രക്ഷയുള്ളൂ. അപ്പം നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ വർക്കുകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ഈ 82 കാലഘട്ടത്തിൽ തന്നെ ഡിവോഷണൽ സംഗീതവും പതുക്കെ വരുന്നുണ്ടായിരുന്നു. ഒരു വർഷത്തിൽ 3-4 പ്രോഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ, എന്നാലും പതുക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി നേരത്തെ പറഞ്ഞുകൊണ്ട്, അപ്പോൾ യേശുദാസിൻ്റെ തരംഗിണിയായിരുന്നു അന്നത്തെ ഏറ്റവും കാസറ്റ് രംഗത്ത് ഏറ്റവും തിരക്കുള്ള ഒരു കമ്പനി. നല്ല പാട്ടുകളും അവിടുന്ന് കിട്ടുന്നുള്ളൂ. പക്ഷേ ഒരുപാട് പേര് എഴുതുന്നവരും സംഗീതം ചെയ്യുന്നവരും അല്ലെങ്കിൽ എൻ്റെ പടം ഒന്ന് അടിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ, എൻ്റെ പടമല്ല, ആ എഴുതിയ ആളിൻ്റെയോ അല്ലെങ്കിൽ സംഗീതം ചെയ്ത ആളിൻ്റെയോ പടം അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളിൻ്റെ പടം ഒന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ നിർബന്ധിച്ച് അങ്ങനെയാണ് ആദ്യത്തെ കാസറ്റ് കമ്പനി ഇവിടെ വരുന്നത്. അപ്പോൾ ഒരു കാസറ്റ് കമ്പനി വന്നു. അപ്പോൾ അവരെന്നെ സമീപിച്ചു ഇങ്ങനെ. അപ്പോൾ തരംഗിണി അന്ന് ഏറ്റവും കൂടുതൽ ഫേമസ് ആണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, തരംഗിണി യേശുദാസിൻ്റെയും ഇത് മാർക്കോസിൻ്റെയും എന്നുള്ള രീതിയിൽ നമുക്ക് ആരംഭിക്കാം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് ഞാൻ പാടാനായിട്ട് പ്രൈവറ്റ് കാസറ്റ് കമ്പനികൾക്ക് പാടാൻ തുടങ്ങിയത്. അങ്ങനെ അവർക്ക് വേണ്ടി ഒരു 3-4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് പാടി. അപ്പോൾ പുതിയ കാസറ്റ് കമ്പനികളൊക്കെ വരാൻ വന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കമ്പനിയിൽ നിന്നാൽ പറ്റത്തില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോഴത്തേക്കും ഞാൻ എല്ലാവർക്കും പാടാൻ തുടങ്ങി. അപ്പോൾ ഒരു പിന്നെ ഡിവോഷണൽ രംഗത്ത് പ്രത്യേകിച്ചും ഒരു ക്രിസ്ത്യാനിയും കൂടെ ആയതുകൊണ്ടായിരിക്കാം നല്ലതായിട്ട് സെയിൽ കിട്ടി. അപ്പോൾ പല പാട്ടുകൾ വന്ന് ഭയങ്കര പിന്നെ എന്താ പറയുക, റീപ്രൊഡ്യൂസ് ചെയ്ത ചില പാട്ടുകളാണെങ്കിൽ പോലും എന്താ പറയുക, സെയിലിൽ ഭയങ്കര സെയിൽ. അന്ന് 10,000 കാസറ്റൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ റെക്കോർഡാണ്. ഒരു 3,000-4,000 ഒക്കെ വരെ പോകാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ എല്ലാം 10,000-20,000 ഒക്കെ പോകുമായിരുന്നു. മറ്റേ കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. ട്രഡീഷണൽ ഇതാണ്. ഇതൊക്കെ അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു. അങ്ങനെ ഞാൻ ക്രിസ്തീയ ഗാന രംഗത്ത് കുറച്ച് പാട്ടുകൾ അധികമായിട്ട് പാടാൻ തുടങ്ങി. അപ്പോൾ തരംഗിണി എന്ന് വർഷത്തിൽ 2-3 കാസറ്റേ ഇറങ്ങാറുള്ളൂ ഈ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ. ഇപ്പോൾ ക്രിസ്ത്യനാണെങ്കിൽ ക്രിസ്ത്യൻ, മാപ്പിളയാണെങ്കിൽ മാപ്പിള, അങ്ങനെ. അപ്പം ഞാൻ അതിൽ കൂടുതൽ പാട്ടുകൾ പാടുന്നുണ്ട്. ആര് വന്നാലും നമ്മൾ പാടിക്കൊടുക്കും. അന്നൊക്കെ 10 പാട്ടിൽ 8 പാട്ട് ഞാൻ തന്നെയായിരുന്നു പാടിയിരുന്നത്. അങ്ങനെ ഒരുപാട് പാട്ടുകൾ അങ്ങനെ പാടാൻ പറ്റിയത്. 10,000-20,000 പാട്ട് 45 വർഷത്തിനുള്ളിൽ പാടി. അപ്പോൾ അങ്ങനെ കുറേ പാട്ടുകൾ പാടാൻ വന്നു. അപ്പോൾ അതിലുള്ള ഈ പറഞ്ഞ ശബ്ദത്തിൻ്റെ ക്വാളിറ്റിയും അതിലെ വികാരവും ഒക്കെ നോക്കിയിട്ടായിരിക്കാം കുറേ അധികം വർക്ക് എനിക്ക് പാടാൻ പറ്റി. അതോടൊപ്പം പിന്നെ തന്നെ മാപ്പിളപ്പാട്ട് ആദ്യം ഒരു ട്രയൽ പോലെ ആ കാസറ്റിൽ തന്നെ, ഞാൻ ആദ്യം പാടിയ കാസറ്റിൽ തന്നെ ഒരു മൊഞ്ചുള്ള ബീവി, സൈനബ ബീവി എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് പാടി. അത് ഭയങ്കര ഇതുപോലെ 3-4 പാട്ട് അതിനകത്തുണ്ട്.
മഞ്ജുള ബീവി എന്ന് തന്നെ ആയിരുന്നു തോന്നുന്നു അതിൻ്റെ ടൈറ്റിൽ. അപ്പോൾ അത് ഭയങ്കര ഹിറ്റായി. പിന്നെ ഉടനെ തന്നെ മാപ്പിളപ്പാട്ടുകളുടെ ഒരു വരവായി. പിന്നെ അത്യാവശ്യം ഇവരുടെ ഈ ഉച്ചാരണം ഞാൻ കറക്റ്റായിട്ട് പാടാൻ ശ്രമിക്കുമായിരുന്നു. കാരണം ഉച്ചാരണം മാറിപ്പോയാൽ അർത്ഥം മാറിപ്പോവും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ മാപ്പിളപ്പാട്ടിൽ. അറബ് വാക്കുകളുടെ ഇപ്പോൾ ഏറ്റവും ചെറിയൊരു വാക്ക് പറഞ്ഞാൽ അള്ള എന്ന് പറയണമെങ്കിൽ അള്ള എന്ന് എഴുതാൻ പറ്റുള്ളൂ. ആയും ളായും. അള്ള എന്ന് പറഞ്ഞാൽ ഭയങ്കര തെറ്റാണ്. അള്ള എന്ന് തന്നെ പറയണം. അപ്പോൾ അത് നാക്ക് പെട്ടെന്ന് നമുക്ക് അങ്ങനെ കിട്ടും. അത് പ്രാക്ടീസ് ചെയ്തതിലൂടെ കിട്ടിയതാണ്. അങ്ങനെ കുറേ വാക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ച് അതുപോലെ പാടുന്നുണ്ടായിരിക്കാം. മലപ്പുറത്തു നിന്നൊക്കെ ഒരുപാട് പേര് എനിക്ക് അന്നത്തെ കാലത്ത് കത്തും അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുമായിരുന്നു. കാരണം അവരുടെ പാട്ടുകാരെക്കാളും കൃത്യമായിട്ട് സാർ ഉച്ചരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ശീലം അന്നേ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് ഹിന്ദു ഡിവോഷണലൊക്കെ പാടി അങ്ങനെയാണ് ഈ ഡിവോഷണൽ രംഗത്തേക്ക് വരുന്നത്. ഡിവോഷണൽ രംഗത്ത് വരാൻ കാരണം ഇതാണ്, സിനിമയിൽ അവസരം കിട്ടില്ല അല്ലെങ്കിൽ നമ്മളെ അവിടെ അത്യാവശ്യം അല്ല എന്ന് തോന്നിയുകൊണ്ടാണ് ഡിവോഷണൽ രംഗത്തേക്ക് കൂടുതലായിട്ട് ശ്രദ്ധിച്ചത്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്നും അല്ലാതായിപ്പോയേനെ. ഇപ്പം ഇത്രയും വർഷം ഈ 47 വർഷം രംഗത്ത് നിൽക്കാൻ പറ്റിയത് പാട്ടുണ്ടായിരുന്നതുകൊണ്ടാണ്. അതിൽ ഇടയ്ക്ക് നല്ല പാട്ടുകൾ, സിനിമാ പാട്ടുകൾ, ആണ്ടിനും സംക്രാന്തിക്കൊക്കെ പാടിയുള്ളൂവെങ്കിലും പലതും അറിയപ്പെട്ടു. ഇപ്പോൾ ആദ്യം ഇങ്ങോട്ട് വന്ന സമയത്ത് 81 മുതൽ ഒരു 86 എനിക്കൊരു വലിയ അപകടം പറ്റി. 86 അതിൽ 3 പേര് മരിക്കുകയൊക്കെ ചെയ്തായിരുന്നു ആ ലൈനിൽ വെച്ചിട്ട്. അതേ തുടർന്ന് ഏകദേശം 1 വർഷത്തിന് മേലെ ഞാൻ സിനിമാ രംഗത്ത് നിന്ന് മാറിയിരുന്നു. കാരണം അന്ന് മദ്രാസിൽ പോകേണ്ട ഒരു ബുദ്ധിമുട്ട് കാരണം. പക്ഷേ ആ സമയത്ത് ഞാൻ പറഞ്ഞു 82 മുതൽ കാസറ്റുകൾക്ക് പാടാൻ തുടങ്ങിയതുകൊണ്ട് ഞാൻ കൊച്ചിയിലേക്ക് മാറിയിട്ട് ഇവിടെ ബേസ് ചെയ്തുകൊണ്ട് പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണ് കാസറ്റ് വിടാതെ അങ്ങനെ കൊണ്ടുപോയത്. ഈ ആണ്ടിനും സംക്രാന്തിക്കുമാണ് സിനിമാ പാട്ടുകൾ പാടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പോലും ആദ്യത്തെ ഒരു 82 മുതൽ 86 വരെയുള്ള അപകടത്തിന് തൊട്ട് മുമ്പ് വരെ ഉള്ള വർഷങ്ങളിൽ ഒരു വർഷത്തിൽ 2-3 സിനിമയെങ്കിലും കിട്ടുമായിരുന്നു, ഏറ്റവും ചുരുങ്ങിയത്. രതിലയം, കൂലി, സ്രാവ്, ഭൂകമ്പം, പിന്നെ നിറക്കൂട്ട്, അങ്ങനെ കുറേ സിനിമകൾ ആ സമയത്ത് കിട്ടിയായിരുന്നു. ഒരു ഏകദേശം 25-30 സിനിമയ്ക്ക് വേണ്ടി പാടി ആ ഒരു 4-5 വർഷം. പക്ഷെ പാടിയ പല പാട്ടും ഇപ്പം പൂമാനമേ എല്ലാവരും ശ്രദ്ധിച്ചു. അതുപോലെ ആദ്യ സമയത്ത് പാടിയ പിന്നെ കേൾക്കാത്ത ശബ്ദം, കന്നിപ്പൂമാനം, പിന്നെ അത് കഴിഞ്ഞ് 86 അപകടം കഴിഞ്ഞിട്ട് പിന്നെ പാടുന്നത് മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട് ഗോഡ് ഫാദറിൽ, അത് ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ കാബൂളി വാലയിലെ പുത്തം പുതുക്കാലം അത് ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ നാടോടിയിലെ താലോലം പൂമ്പൈതലി അത് ശ്രദ്ധിക്കപ്പെട്ടു. മോഹൻലാൽ അഭിനയിച്ചൊരു സീന. അതേപോലെ കടലേഴും താണ്ടുന്ന കാറ്റ് സുരേഷ് ഗോപിയുടെ സിനിമയായിരുന്നു. കടലേഴും താണ്ടുന്ന കാറ്റ്, കടലോര കാറ്റ് നീ വായു, ഈ പാട്ടൊക്കെ അന്ന് വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. പിന്നെ ജൂനിയർ മാൻഡ്രേക്കിലെ എല്ലാരും പോകുഞ്ചോ കുറിഞ്ചി മലയിലു, ഈ നാനും പോകുഞ്ചോ കുറിഞ്ചി മലയിലു, എൻ്റെ കൂടെ നീയും വാത്തമ്മ സുന്ദരി വാങ്ങിത്തരാം ചാന്ത് ചിന്തൂരം, ഇങ്ങനെ ഒരു. അതേപോലെ ഫ്രീഡത്തിലെ പാട്ട്, അതൊരു സ്മോൾ അടിച്ച് പാടുന്ന ഒരു പാട്ടാണ്. അപ്പം നമ്മൾ സ്മോൾ അടിച്ചില്ലെങ്കിൽ സ്മോൾ അടിച്ച പോലെ പാടണം എന്ന് പിന്നെ തമ്പി കണ്ണന്താനത്തിൻ്റെ ആയിരുന്നു അദ്ദേഹം. എൻ്റെ ശരിക്കും പറഞ്ഞാൽ നല്ല പ്രൊമോട്ടർമാരിൽ ഒരാൾ അദ്ദേഹം ഉള്ളായിരുന്നു. അപ്പോൾ അത് പിന്നെ ആ ഒരു മാക്സിമം ആ ഒരു ഫീൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പാട്ടിൽ വരുന്ന ഒരു ക്വാളിറ്റിയും അതേസമയം ആ ഫീലും രണ്ടും വേണം. അപ്പോൾ അതിനകത്ത് ഇതുപോലെയായിരുന്നു. ജിഷ്ണു, മരിച്ചുപോയ ജിഷ്ണു അഭിനയിച്ചൊരു സീനത്. രാവിൻ്റെ പാതിയിൽ സൂര്യനുദിച്ചാൽ പല മാന്യന്മാർ മോണ്ടണതെന്തൊരു കള്ള്, ഇങ്ങനെ ഉള്ളൊരു പാട്ടായിരുന്നു. അപ്പോൾ അത് ഒരു എക്സ്പ്രഷൻ അത് വരണം. ഈ ഒരു കള്ള് കുടിച്ചവൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ആ ഒരു. അപ്പോൾ അങ്ങനെ കുറേ ശ്രദ്ധിക്കപ്പെട്ടു. അത് കഴിഞ്ഞിപ്പോൾ ഏറ്റവും അവസാനം ഒരു 10-15 വർഷത്തെ ഗ്യാപ്പിനിടയ്ക്ക് പാടിയതാണ് ഇപ്പോൾ പ്രേമലു. അതും എന്തോ ദൈവം സഹായിച്ച് എനിക്ക് തോന്നുന്നു 3 കോടി ആൾക്കാരോളം കണ്ടു. അത് 4 വരി. അതും എന്നെ കൊണ്ട് പാടിക്കുമ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു, ഇത് ഞാൻ പാടിയാൽ ശരിയാവുമോ? കാരണം ഇന്നത്തെ ന്യൂജൻ പിള്ളേരുടെ ഇടയിൽ നമ്മുടെ ഈ ശബ്ദം അല്ല. അത് ചേട്ടാ, ഞങ്ങൾ ചേട്ടൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂകളും പാട്ടുകളും ഒക്കെ കേട്ടിട്ടാണ് തീരുമാനിച്ചത്. അപ്പം
ഞങ്ങളത് ചേട്ടന് വിട്ടു തരിക, പക്ഷേ ഇന്ന പോലുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് പാടിയത്. അത് ചായ പാനി തപ്പിലെ റോഡരികെ തുടിപ്പഞ്ചാരി കൊട്ടിലെ കാതരികെ എൻ പ്രേമിക്കുടു നീ സുമവാരികെ മനസ്സങ്ങ് തീരണേ ഗൊലിസോട നീയ പനിച്ചങ്ങ് കേറണേ പാരസിറ്റമോള ഉള്ളിലിരുന്നാടടി തെലുങ്കാന ബൊമ്മലു തെലുങ്കാന ബൊമ്മലു തെലുങ്കാന ബൊമ്മലു NTR സിറ്റിയിൽ പോയി വരുങ്ക ചാർമിനാറ് പാത്തില്ല വിൻഡോവില്ല എൻ പ്രേമിക്കുടു നീ സുമ്മ ചേർന്നിരിങ്ക. ഇങ്ങനെ ഒരു ശൈലിയായിരുന്നത്. പുതിയൊരു സ്റ്റാർ അങ്ങനെ വയസ്സ് ചെയ്ത് വരണ്ട എന്നൊക്കെ അങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രിയുടെ അല്ല, അത് ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാമല്ലോ. ഇപ്പം ഒരാൾ നന്നായി പാടി വരുന്നു, ഒരു പാട്ടുകാരനെ സംബന്ധിച്ച് ഞാൻ പറയാം, അപ്പോൾ ഇവൻ എനിക്ക് പ്രായമാവുമോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നാം. അപ്പം അത് തടയിടുക എന്നുള്ളതല്ല, പക്ഷെ കഴിയുന്നത് അതിനുള്ള അവസരം കൊടുക്കാതിരുന്നാൽ മതിയല്ലോ. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഈ വലിയ ഇപ്പോൾ ആദ്യം വലിയ ഓഫേഴ്സ് ഒക്കെ വന്നിട്ട് പിന്നെ അത് തട്ടിപ്പോവുക അങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞിട്ട് ചില സമയത്ത് അത് പിന്നെ കിട്ടാതെ പോയിട്ടുണ്ട്. ഞാൻ പാടാൻ ചെന്നിട്ട് ഞാൻ ചെല്ലുമ്പോൾ പാടിപ്പോയി എന്ന് അങ്ങനെയുള്ളൊരു ഇതുണ്ടായിട്ടില്ല, പക്ഷെ അവസരങ്ങൾ പോയിട്ടുണ്ട്. വെച്ച അവസരങ്ങൾ പോയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് ഓർത്തെടുക്കാൻ പറ്റും? അത് ഇപ്പോൾ ഉള്ള ഒരു വലിയ ഗായകൻ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് പാടുന്ന തമ്പി കണ്ണന്താനത്തിൻ്റെ സിനിമയാണ്. അപ്പോൾ അദ്ദേഹവും എൻ്റെ അമ്മയുടെ കുടുംബമായിട്ട് നല്ല അടുപ്പമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനും എൻ്റെ അമ്മയുടെ അച്ഛനുമായിട്ട് വലിയ അടുപ്പമായിരുന്നു. ഒരു എസ്റ്റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നവരാണ്. അപ്പം ആ ഒരു രീതിയിലുള്ള അടുപ്പം അവർ തമ്മിലുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ അനിയത്തിയുടെ കൂടെ പഠിച്ചതാണെന്ന് തോന്നുന്നു തമ്പി കണ്ണന്താനം. അവർ മുണ്ടക്കയം ആ ഭാഗത്ത് ആയിരുന്നു. അപ്പോൾ ആ ഒരു പരിചയമൊക്കെ വെച്ചിട്ട് തമ്പിച്ചാൻ എന്നോട് ഇച്ചിരി സ്നേഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പാടാൻ ചെല്ലുന്നു ഈ താലോലമ്പൂം പൈന്തല് എന്നുള്ള പാട്ട്, നാടോടി. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം മറ്റേ ആയിട്ടുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഈ കല്യാണത്തിൻ്റെ അലച്ചിലും പിന്നെ ഈ വിരുന്നുണ്ണലും എല്ലാം കൂടെ അതിനിടയ്ക്ക് ഇത് കിട്ടിയത്. അപ്പോൾ സിനിമയല്ലെന്ന് വിചാരിച്ചിട്ട് പിന്നെ പോയതാണ്. അങ്ങനെ അവിടെ ചെല്ലുന്നു. അപ്പോൾ അമ്മയുടെ വേറൊരു അനിയത്തി മദ്രാസിൽ താമസമുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു. രാവിലെ സ്റ്റുഡിയോയിലെത്തുന്നു. ഈ പാട്ട് പഠിച്ചു. പിന്നെ SP വെങ്കടേഷായിരുന്നു അപ്പം ഈ ഓർക്കസ്ട്രീണവും ഒക്കെ കൊണ്ട് എനിക്ക് അങ്ങോട്ട് തൃപ്തിയായില്ല പാട്ട് പാടി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇന്നത്തെ ഒരു വലിയ ഗായകൻ അന്നേരം അവിടെ ഇല്ല. അദ്ദേഹം ഗൾഫ് ടൂറിലെ കണ്ടായിരുന്നു. അന്ന് അവിടെ വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പാടുന്ന സമയത്ത് അവിടെ ഇല്ല. ഉച്ച കഴിഞ്ഞ് ഞാൻ അവിടെ ബ്രേക്ക് വന്നപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഇദ്ദേഹം അവിടെ നിൽക്കുന്ന കണ്ടിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ ഈ പാട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഫീലൊന്നും വന്നില്ല. താലോലം പൂം പൈതലേ താരാട്ടാൻ വാ തെന്നലെ ഈ താമരപ്പൂം കൺകളിൽ ഒരു മുത്തം നൽകാൻ വാ. ആ ഫീലാണ് വരേണ്ടത്. അപ്പോൾ എനിക്ക് അന്നേരം ആ ഒരു ഫീലൊന്നും കിട്ടിയതുമില്ല. ഓർക്കസ്ട്രീണവും വോയിസ് ബ്രേക്കിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. പാടി ഒപ്പിച്ച് വെച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ ഉച്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും സൗകര്യമുള്ള പോലെ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞില്ല, ഈ സ്റ്റുഡിയോസ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരിക്കൽ നമ്മളൊരു സ്റ്റുഡിയോന് തട്ടിപ്പോയി, നമ്മളെന്ന് പറഞ്ഞാൽ ആ ഒരു വർക്ക് തട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഡേറ്റ് കിട്ടണമെങ്കിൽ ഒരാഴ്ചയോ 2 ആഴ്ച ചിലപ്പോൾ ഒരു മാസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ തമ്പിച്ചാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നമുക്ക് ഉച്ചയ്ക്ക് എപ്പോഴെങ്കിലും നോക്കാം എന്ന് പറഞ്ഞിട്ട് നീ പോയി റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അറിയുന്നത് തമ്പിച്ചാൻ്റെ അടുത്ത് ഇദ്ദേഹം ചെന്ന് പറയുകയാണ്, അത് ഞാൻ പാടിയേക്കാം, പൈസ ഒന്നും തരണ്ട എന്ന് പറഞ്ഞതായിട്ട് തമ്പിച്ചാൻ തന്നെ എന്നോട് പറഞ്ഞു. അപ്പോൾ തമ്പിച്ചാൻ പിന്നീട് പറഞ്ഞു, അത് ഇനി യേശുദാസ് പാടാമെന്ന് പറഞ്ഞാലും ആ പാട്ട് അവനെ പാടൂ. അവൻ്റെ കല്യാണം കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യയും കൂടെ വന്നിരുന്ന് കേട്ടാ അവൻ ആദ്യം പാടുന്ന പാട്ടാണ്, അതുകൊണ്ടത് അവനെ പാടൂ എന്ന് പറയാനുള്ള ചങ്കൂറ്റം പുള്ളി കാണിച്ചു. അതുകൊണ്ട് ആ പാട്ട് എനിക്ക് കിട്ടി. ഞാൻ രണ്ടാമത് ഞാൻ പാടി. പക്ഷെ അപ്പോഴും സിനിമയിൽ വന്നപ്പോൾ ആരോ കളിച്ചു. അത് ഈ പറഞ്ഞ
താലോലം പൂമ്പൈതലേ, ഇതാണ് സ്പീഡെങ്കിൽ താലോലം സ്പീഡ് കൂട്ടിക്കളഞ്ഞു, അപ്പോൾ ശബ്ദം മാറിപ്പോവും. അങ്ങനെയൊക്കെയുള്ള കളികളൊക്കെ ഉണ്ട്. ഇപ്പം പിന്നെ കന്നിപ്പൂമാനം ഏറ്റവും ആദ്യത്തെ പാട്ട്, അത് ഞാൻ നല്ല ഭംഗിയായിട്ട് തന്നെ അവിടെ പാടിയപ്പോൾ എനിക്ക് തന്നെ മറ്റേ തരങ്കണി സ്റ്റുഡിയോയിലെ ഏറ്റവും പുതിയ എക്യുപ്മെൻ്റ് ആയിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. 81 എന്ന് പറയുമ്പോൾ 78 തുടങ്ങുന്നത്. അപ്പോൾ ആ ശബ്ദം കേട്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ നല്ല കിടിലൻ ശബ്ദമായിരുന്നു അത്. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, അങ്ങനെ പാടി വന്ന ഞാൻ പാടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. ഈ പറഞ്ഞ പോലെ കന്നിപ്പൂമാനം കണ്ണും നട്ടു, അങ്ങനെ സ്പീഡ് കൂട്ടി കളഞ്ഞു. പാട്ടിൻ്റെ സ്പീഡ് കൂട്ടി കളഞ്ഞാൽ ശബ്ദം മാറും. ഇത് ദാസേട്ടൻ പറഞ്ഞിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ അദ്ദേഹത്തിനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആ പ്രീതി പിടിക്കാൻ വേണ്ടിയിട്ട് അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് പേരുണ്ട്. ഇപ്പം നമ്മൾ തന്നെ ഒരു നോർമൽ ഇപ്പം ഈ കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ എന്ന് പാടിയ സാധനം ഒന്ന് സ്പീഡ് കുറച്ച് വെച്ചാൽ കന്നിപ്പൂമാനം കണ്ണും നട്ടു ഇങ്ങനെ ആവും. ഇത് സ്പീഡ് കൂട്ടി ഇപ്പം കന്നിപ്പൂമാനം അതായി. അപ്പോൾ ആ ഇല്ല സിനിമയിൽ ഇതിൻ്റെ ട്രാക്ക് അങ്ങനെ അവിടെ ഓക്കെ ചെയ്ത് പോയി. പിന്നെ ഇതിൻ്റെ സിനിമയുടെ ഇതിൽ വരുമല്ലോ, ഫിലിമിൻ്റെ സൈഡിൽ ഓഡിയോ ഇത് വരുന്നുണ്ട്. അവിടെ ആണ് ഇതിൻ്റെ ട്രാൻസ്പോസിങ്ങിൻ്റെ സമയത്താണ് കളികൾ പലപ്പോഴും നടക്കുക. വോയിസ് ഇല്ലല്ലോ അന്ന്, സോഷ്യൽ മീഡിയ ഇല്ല, തന്നെയല്ല വോയിസ് ഇല്ല. പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കാൻ പറ്റില്ല, മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഞെട്ടിപ്പോയി. കാരണം ഇത് കേട്ടാൽ പിന്നെ ഇനി ആരെങ്കിലും വിളിക്കുമോ? ഇല്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ പാരലായിട്ടും ഈ നേരത്തെ മോള് പറഞ്ഞ പോലെ ഈ മറ്റേ കാസറ്റ് സംഗീതം ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ ശബ്ദം ഇവിടെ നന്നായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് സിനിമയിൽ പിന്നെ അവസരങ്ങൾ കിട്ടി. ഈ പറയുന്നത് പോലെ അന്നത്തെ കാലത്ത് ഒരു ഭയങ്കര വൈറൽ എന്ന് പറയാവുന്ന ഒരു സാധനം, ഫിലിമിന്റെ ഹോൾ ഒരു മൂഡ് സെറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പോഴും എൻ്റെ മോളിപ്പം എൻറോൾ ചെയ്തിട്ട് 1 മാസമായുള്ളൂ ഇവിടെ ഹൈക്കോടതിയിൽ. അപ്പോൾ അവൾ പറയുന്നത് എറണാകുളം ലോ കോളേജിലാണ് പഠിച്ചത്. അവരുടെ ഏത് ഫംഗ്ഷൻ വന്നാലും ഈ പാട്ട്, കാരണം ഇതൊരു ലോ കോളേജിലെ ഒരു ഇതാണ്, മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടെന്ന്. അപ്പോൾ അതൊരു ഈ പറഞ്ഞല്ലേ അന്നും ഇന്നും ഇതിപ്പോൾ പാടിയിട്ട് ഏകദേശം 25 വർഷത്തിന് മേലെയായി. ഈ പാട്ട് ഇപ്പോഴും ലൈവാണ്. അതേപോലെ ഇസ്രായേലിൽ നാഥൻ 2000 ഞാൻ 99 പാടിയത് 2000 വേണ്ടി. ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുന്നൊരു പാട്ടാണ്. 25 സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ഡിവോഷൻ. ഇപ്പോൾ പല റിലീജിയനിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ല, സെന്റ് ആൽബർട്ട്സ് കോളേജിൽ കൊണ്ടുവന്നിരുന്നപ്പോൾ കോളേജ് സ്റ്റുഡൻസിന്റെ ഇടയിൽ പോലും അത് ഭയങ്കര ഒരു ഹിറ്റ് ആയിരുന്നു. അവരെന്തോ ഒരു ഡിവൈൻ ടച്ചുള്ളൊരു. അതെ, എല്ലാ ഭാഷയിലും ക്രിസ്ത്യാനികളല്ലാത്തവർ ഇപ്പം തന്നെ ഗാനമേളയ്ക്കൊക്കെ പോകുമ്പോൾ ചില പിന്നെ ഈ മുസ്ലിം പരിപാടികൾക്ക് ഞാൻ പോയിട്ടുണ്ട്. അവിടെ അവർ ഇത് ഒരു ക്രിസ്ത്യൻ പാട്ടല്ലെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ട് പാടിച്ചു വിട്ടിട്ടുണ്ട്. ഇസ്രായേലിൽ നാഥൻ പാടണം എന്ന് പറഞ്ഞ് പാടിച്ചിട്ടുണ്ട്. അല്ല, ഈ കമ്മ്യൂണൽ പ്രശ്നം ഉണ്ടാവരുതല്ലോ, അതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചതാണ്. പക്ഷെ അപ്പം അവർ തന്നെ വന്ന് മുൻകൈ എടുത്ത് പാടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഉത്സവപ്പറമ്പിലായാലും നമ്മുടെ പള്ളികളിലായാലും ഇപ്പോൾ ഈ അന്യഭാഷ ഇത് അവരും എടുത്തിട്ടുണ്ട് ഈ പാട്ട്. ഇപ്പം തമിഴിലെടുത്തിട്ടുണ്ട്, കന്നഡയിലെടുത്തിട്ടുണ്ട്, ഒറിയ ഭാഷയിലെടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് കന്നഡയിൽ ഞാൻ പാടിയതാണ്. അല്ല, അത് ഈ പാട്ടല്ല, ആബാ പിതാവേ. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള പാട്ട്. അതുപോലെ കോളിംഗ് ബെല്ലിൻ്റെ ടോണായിട്ട് എടുത്തിട്ടുണ്ട്, റിംഗ് ടോൺ കാറിന് റിവേഴ്സായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ചരിത്രം സൃഷ്ടിച്ച പാട്ടായിരുന്നു അത്. അതേപോലെ ഈ റിയാലിറ്റി ഷോസിന്റെ വരവുണ്ടല്ലോ, അതുകൊണ്ടും ഈ കുറെ കുട്ടികൾ സിംഗേഴ്സ് ആയിട്ട് വരുന്നു, പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ കാണാതാവുന്നു. അതിനെങ്ങനെ കാണുന്നത്? ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ഈ റിയാലിറ്റി ഷോയിലൊന്നും വരാത്തത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇപ്പം ഞങ്ങളുമൊക്കെ വന്ന സമയത്ത് മത്സരം കൊണ്ട് തന്നെയാണ് ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇപ്പം യേശുദാസ് എന്ന വ്യക്തിയും നമ്മുടെ യുവജനോത്സവത്തിൽ പങ്കെടുത്ത ജയചന്ദ്രനും അദ്ദേഹം അന്ന് പെർക്കഷനായിരുന്നു.
ഇദ്ദേഹം വായ്പാട്ടായിരുന്നു. അപ്പോൾ അന്നത്തെ മത്സരാർത്ഥികളിൽ പെട്ടവർ തന്നെയായിരുന്നു അവർ, എത്ര വർഷങ്ങൾക്ക് മുമ്പ്, 60-70 വർഷം മുമ്പ്. അപ്പോൾ ഞാൻ പറയാൻ കാര്യം, മത്സരത്തിൽ കൂടെ നമുക്ക് ഒരാളെ കണ്ടെത്താൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഒരാൾ ചുമ്മാ ഞാൻ നന്നായിട്ട് പാടുമെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ പറ്റില്ലല്ലോ. പക്ഷേ അതിനൊരു മാനദണ്ഡം, അല്ലെങ്കിൽ എല്ലാവരും ഇറങ്ങുന്നവരെല്ലാം ഇപ്പോൾ ജനിച്ച് വീഴുന്നതിൽ ഒരു 95% ആൾക്കാരും കക്കൂസിലിരിക്കുമ്പോഴെങ്കിലും പാടും അല്ലേ? പക്ഷെ അവരെല്ലാം പാട്ടുകാരല്ല. അതുപോലെ അഭിനയിക്കുന്നവർ, ഒരുപാട് പേർക്ക് അഭിനയം ഇതുണ്ട്. പക്ഷെ ഞാനൊക്കെ എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഞാൻ ഈ അഭിനയ രംഗത്തോട്ട് പോയിട്ടില്ല, പക്ഷെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ തിലകൻ ചേട്ടനൊക്കെ പുലികളായിരുന്നു. കാരണം ഒരാൾ ഒരു പ്രാവശ്യം ഒരു എക്സ്പ്രഷൻ പറഞ്ഞു കൊടുത്താൽ അത് വന്നില്ലെങ്കിൽ തെറി തന്നെ പറയുമായിരുന്നു. അങ്ങനെയായിരുന്നു PJ ആൻ്റണി, അങ്ങനെയൊക്കെയുള്ള പഴയ ആൾക്കാർ. ഇന്നിപ്പോൾ അങ്ങനെ ആരെങ്കിലും നിൽക്കുമോ? ഒന്ന് പറഞ്ഞ് 2 പറഞ്ഞ് ഇറങ്ങിപ്പോവും. അല്ലെങ്കിൽ ഇയാൾ കാണിച്ച് ശരിയായില്ല എന്ന് പറയുമ്പോൾ ഇറങ്ങിപ്പോവും. എന്നാൽ പിന്നെ സാറ് അഭിനയിക്കുന്നു പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും. അങ്ങനെയുള്ളൊരു കാലമാണ് ഇന്നത്തെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മത്സരത്തിൽ കൂടെ നമുക്കൊരാളെ കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. അഭിനയമാണേലും പാട്ടാണേലും. അതിപ്പോൾ ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ ആയപ്പം റിയാലിറ്റി ഷോ എന്നുള്ളൊരു രീതിയിൽ വരുന്നു. ഓക്കെ, അവിടെ നമുക്ക് കണ്ടെത്താം, ഇവരെല്ലാം അത്യാവശ്യം അതിനകത്തൂടെ കണ്ടെത്താം. പക്ഷേ ഇതിനകത്ത് വരാത്ത എത്രയോ പേര് ചിലപ്പോൾ നല്ല ആൾക്കാർ പുറത്തുണ്ടാവും, അവരൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് വരുന്നവരെ, ഈ പറഞ്ഞ പോലെ സിനിമയിലെ കാര്യങ്ങൾ പറഞ്ഞ പോലെ, അതിനകത്ത് വരുന്നവരെ പ്രത്യേകമായിട്ട് കുറച്ച് പേരെ ശ്രദ്ധിക്കുന്നു. അതിനകത്ത് തന്നെ അവർക്ക് താല്പര്യമുള്ളവരെ കൂടുതലായിട്ട് പിന്നെ ഇത് ചെയ്യുന്നു. അപ്പം ഞാനൊരു ഇതിലിരുന്ന ഒരു സീസണിൽ ഞാൻ ഇരുന്ന ഒരു ഫേമസ് TV ഷോയ്ക്ക് തന്നെ ഇരുന്നതാണ്. അന്ന് അതിന് നല്ല എന്താ പറയുക ഉണ്ടായിരുന്നതാണ്, എന്തായാലും പറയുക, റേറ്റിംഗ്. എല്ലാവരും പറയുമായിരുന്നു, അത് കാണാൻ വേണ്ടി തന്നെ ഇരിക്കുമായിരുന്നു. പക്ഷെ പിന്നീട് അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, SMS പരിപാടിക്കാണെങ്കിൽ ഞാനില്ല ജഡ്ജായിട്ട്. ജഡ്ജസിന് വാല്യൂ ഉണ്ടെങ്കിൽ അവർ പറയുന്നത് ആണ് കറക്റ്റെങ്കിൽ മാത്രമേ ഞാനുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങി. ഒരു 5 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ നമുക്ക് സാറേ അവനെ തട്ടണം, ഇവനെ തട്ടണം എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. കാരണം ജനം കണ്ടുകൊണ്ടിരിക്കുക. അവർ ചോദിക്കില്ലേ എന്താ പെട്ടെന്ന് അയാൾ പെട്ടെന്ന് ഔട്ടായിപ്പോയി. ഞാൻ പറയാം അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആയപ്പോൾ ഒരു ക്വാർട്ടർ ഫൈനലൊക്കെ ആയപ്പോഴത്തേക്കും ഈ പറഞ്ഞ ഇച്ചിരി പ്രശ്നങ്ങളായി. അപ്പോൾ പിന്നെ എനിക്ക് മേലെ വലിയൊരു സംഗീത സംവിധായകൻ, അദ്ദേഹം എന്നെ കണ്ടുപിടിച്ച ആളാണ്. അപ്പോൾ പിന്നെ എനിക്ക് അദ്ദേഹത്തിനോട് പ്രശ്നം വെക്കാൻ പറ്റത്തില്ലല്ലോ. ജോൺസൺ മാഷിനെ കൊണ്ടുവന്ന് എനിക്ക് മേലെ വെച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, സന്തോഷം. അദ്ദേഹം പറയുന്നത് ഓക്കെ ആണെങ്കിൽ നമുക്കത് സന്തോഷമാണ്. അദ്ദേഹം എന്നെ കൊണ്ടുവന്ന അദ്ദേഹമാണ്. അങ്ങനെ പിന്നെ ആ സീസൺ അങ്ങ് കഴിച്ചു. അതിനകത്തൂടെ ഇടയ്ക്ക് ചെറിയ ഇതൊക്കെ ഉണ്ട്. ഞാൻ മാത്രമല്ല, മറ്റ് ജഡ്ജസും പറഞ്ഞു ശരിയാവില്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ ഇതാവും. അങ്ങനെ അതോടുകൂടി ആ പരിപാടിയുടെ കളറും പോയി. ഞാൻ പറഞ്ഞു തന്നത് ഇതെവിടെയും ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഒരാളെ തല്ലിപ്പഴിപ്പിച്ച് കൊണ്ടുവന്നാൽ എത്ര നാളവർ നിൽക്കും? ഇപ്പം ഞാൻ വന്നിട്ട് 47 വർഷമായി, ദാസേട്ടൻ വന്നിട്ട് 60 വർഷത്തിന് മേലെയായി. ഇന്നിപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് പറയാൻ പറ്റത്തില്ല ഞാൻ 5 വർഷം ഇവിടെ നിൽക്കും, അല്ലെങ്കിൽ ഈ രംഗത്ത് ഞാൻ ഉണ്ടാവും. അടുത്ത ആൾ വരും, അടുത്ത ആൾ വരുമ്പോഴത്തേക്കും അങ്ങോട്ട് പോകും. അപ്പോൾ ഈ ആൾ പറഞ്ഞു പാട്ടുകൊണ്ട് ഇനി അല്ലെങ്കിൽ ഒരു ഇത് കൊണ്ട് രക്ഷപ്പെട്ടു പോകാമെന്ന് ഇനിയുള്ളൊരു കാലത്ത് എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന്. കാരണം ഉപജീവനമാക്കാൻ പറ്റത്തില്ല. കാരണം പുതിയ ആൾക്കാർ വരികയാണ്, ആ ആൾക്കാരുടെ ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആയി. ഇപ്പോൾ മറ്റേതല്ലായിരുന്നു, ഒരു ക്വാളിറ്റി എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുമായിരുന്നു. ഇപ്പം ദാസേട്ടൻ പാടിയ പാട്ടുകൾ രണ്ടാമത് ഞങ്ങൾ പാടുമ്പോഴും അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വന്തം പാട്ടുകൾ പാടുമ്പോഴും ആൾക്കാർ ആ ക്വാളിറ്റി നോക്കുമായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ പാട്ടുകളൊക്കെ ആൾക്കാർ ഇപ്പോഴും ഓർക്കുന്നത്. ഇന്നിപ്പോൾ അതല്ല, ഒരാളുടെ പാട്ട് പോലും നമുക്ക് മനസ്സിലില്ല. ആരാ പാടിയെന്ന്, ആരാ എഴുതിയതെന്നും ആരാ സംഗീതം ചെയ്തതെന്നും പോലും നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു രീതിയിലേക്കായിപ്പോയി റിയാലിറ്റി ഷോ. അതുകൊണ്ടാണ് ഈ റിയാലിറ്റി ഷോയിലൂടെ വന്നാൽ ഗംഭീരമാണ് എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തിയത്. റിയാലിറ്റി ഷോയിൽ വരുന്നവരൊക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കാണണമല്ലോ, ആ ആൾ ഈ ആളെന്ന് പറയണമല്ലോ. അങ്ങനെ ആരും പറയുന്നില്ല. പിന്നെ എൻ്റെ അനിയനോ എൻ്റെ പിന്നെ പെങ്ങളോ അല്ലെങ്കിൽ എൻ്റെ മക്കളോ ഒക്കെ TV വരുമ്പോൾ എനിക്ക് സന്തോഷമാണ്. അതാണ് അവൻ ഇന്ന് വരും, ഇന്ന് പാടും. അതുപോലെ മുത്തശ്ശിയൊക്കെ ഉണ്ട്, എൻ്റെ കൊച്ചുമോൻ ഇന്ന് വരും, അവൻ ഇന്ന് പാടുന്നുണ്ട്. അവർക്ക് സന്തോഷമാണ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലുള്ളവർ, അവരുടെ ഫ്രണ്ട്സ്, അങ്ങനെ കുറേ ആൾക്കാർ ആ സമയത്ത് കൈയടിക്കും. പക്ഷെ അത് കഴിഞ്ഞ് റിയാലിറ്റിയിലോട്ട് വരുമ്പോഴോ റിയാലിറ്റി ഷോ മാത്രമേ ഉള്ളൂ. അന്നേരം ജീവിതത്തിൻ്റെ റിയാലിറ്റിയിൽ വരുമ്പം ഈ ഷോ കൊണ്ട് കാര്യമില്ലല്ലോ.
അപ്പോൾ അതിലാണ് അവരൊക്കെ തള്ളിപ്പോകുന്നത്. ഇപ്പം ഷോ മാത്രം ഷോ മാത്രമായി പോവും. റിയാലിറ്റിയിൽ വരുമ്പോൾ അത് ഷോ ആയി പോവും. ഇന്നിപ്പോൾ പലരെയും കാണാത്തത് കൊണ്ടാണ്. ആ മുൻ ഷോയിലൊക്കെ ഉണ്ടായിരുന്നവരെവിടെ പോയി? അത് തന്നെയല്ല, അവർക്ക് അവരുടെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഇത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യമോ സ്ഥലമോ പ്ലാറ്റ്ഫോം ഇല്ല. ഇതൊന്നും യഥാർത്ഥ പ്ലാറ്റ്ഫോമാണ് അല്ല, മറ്റേത് നമ്മൾ പാടി നമ്മൾ ജനത്തിൻ്റെ മുമ്പിൽ, ഇപ്പം ഞാനൊക്കെ വരുമ്പോൾ നമുക്ക് സ്റ്റേജായിരുന്നു ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ നന്നായിട്ട് അവിടെ പെർഫോം ചെയ്തില്ലെങ്കിൽ ഇവരെല്ലാം അതിനേക്കാൾ നന്നായിട്ട് മനസ്സിൽ ഉള്ളവരാണ് ഈ മുമ്പിൽ വന്നിരിക്കുന്നവർ. അപ്പോൾ അവർ നമ്മൾ പാടുന്നത് ശരിയായില്ല, അവർ പറയും ശരിയായില്ല ഏട്ടാ എന്ന് പറയും. അതുപോലെ ആർട്ടിസ്റ്റുമാരാണെങ്കിലോ എല്ലാവരും അവരവരുടെ ഭാഗം, ഇപ്പോൾ കീബോർഡ് ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരു നോട്ട് തെറ്റിയാൽ ആൾക്കാർ പറയുമായിരുന്നു ഒരു സമയത്ത്, വായിച്ചത് ശരിയായില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ നന്നായിട്ട് വായിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫ്ലൂട്ടിസ്റ്റോ വയലിനിസ്റ്റോ ഗിറ്റാറിസ്റ്റോ ഒക്കെ അവരുടെ പീസുകൾ വായിക്കുന്നത് കറക്റ്റ് റെക്കോർഡിൽ എന്തായിരുന്നോ അത് തന്നെയാണ് വായിക്കുന്നത്. ഇന്നിപ്പോൾ അതല്ല, ഇന്നിപ്പോൾ ഇംപ്രവൈസേഷൻ എന്നും പറഞ്ഞുകൊണ്ട് തോന്നിയവാസം വായിക്കുക. BG പഠിക്കണ്ട, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പഠിക്കണ്ട. നമ്മൾ ചേട്ടാ ഏതാ പാടുന്നത്, ഇന്ന പാടും, ഓക്കെ എന്നും പറഞ്ഞിട്ട് നമ്മളങ്ങ് ചെല്ലുക. ഏത് എത്ര ശ്രുതി, അത് D മൈനർ അല്ലെങ്കിൽ A എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് ശ്രുതി പറഞ്ഞു കൊടുക്കുന്നു. അവനൊരു സാധനം പിടിക്കുന്നു, നമ്മൾ പാടുന്നു, അവൻ എന്തെങ്കിലും വായിക്കുന്നു, എന്നിട്ട് കാണിക്കുക, അവിടെ നമ്മൾ കയറി പാടുന്നു. അപ്പോൾ BG പഠിക്കണ്ട. അപ്പോൾ അതിനോടിപ്പം ഓഡിയൻസും അങ്ങനെ ആയി, അവർക്കും ഒറിജിനൽ BG കേൾക്കണമെന്നില്ല. മറ്റേതല്ല, ഒറിജിനൽ BG നമ്മൾ മാറിക്കഴിഞ്ഞാൽ പറയും ശരിയായില്ല കേട്ടോ, ഒറിജിനൽ BG ഒന്നും വായിച്ചില്ല എന്ന് പറയും. അതൊക്കെ വിട്ടുപോയി. ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇന്നാളെ ഞാനൊരു ഇതിൽ പറഞ്ഞു എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ഇപ്പം ദേവരായ മാഷ് അല്ലെ ദക്ഷിണാമൂർത്തി സ്വാമി, അർജുന മാഷ്, ഇവരൊക്കെ സംഗീതം അറിയാത്തവരാണോ? അപ്പം ഇവർ ഒരു 3.5 മിനിറ്റിൽ അല്ലെ 4 മിനിറ്റ് ഒരു ലവ് സോങ് അതിന് കൊടുക്കുന്ന സമയം, ആ ഷൂട്ട് ചെയ്യാനുള്ള സമയം അവർ പറഞ്ഞേക്കുന്നത് 3.5 മിനിറ്റ് അല്ലെ 4 മിനിറ്റ്. ഈ 4 മിനിറ്റിനുള്ളിൽ ഈ പാട്ട് തീർക്കണം. വോയിസും ഉപകരണങ്ങളും എല്ലാം അതിൻ്റെ ആ ഒരു ടൈം അതാണ്, 3.5 മിനിറ്റ് അല്ല 4 മിനിറ്റ്. അപ്പോൾ ആ 4 മിനിറ്റിനുള്ളിൽ ഇപ്പോൾ ഇതിൻ്റെ രാഗം വിസ്തരിക്കാനോ അല്ലെങ്കിൽ ഒരു 2 ബാർ നീട്ടി പിടിക്കാനോ ഒന്നും പറ്റത്തില്ല. അത് അവർക്ക് അറിയാൻ കഴിഞ്ഞിട്ടല്ലല്ലോ അവർ ചെയ്യുന്നത്. ഇതിവിടെ വന്നിട്ട് ഒരു പാട്ടെടുത്ത് വെച്ചിട്ട് ചുമ്മാ പോസ്റ്റ്മോർട്ടം ചെയ്യുക. ഇപ്പോൾ ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ എന്നത് ബാബുരാജ് ചെയ്തു വെച്ചേക്കുന്നത്. ഒരു പുഷ്പം മാത്രമൻ എന്നൊക്കെ പറഞ്ഞ് മാറ്റും. പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ എന്നൊക്കെ പറഞ്ഞ് മാറ്റാം. അതിപ്പോൾ അവർക്കറിയാൻ കഴിഞ്ഞിട്ടല്ല. അങ്ങനെ ഒരു വരി തന്നെ പല രീതിയിൽ മാറ്റിയൊക്കെ ചെയ്യാം. പക്ഷെ അപ്പോൾ ഈ പറഞ്ഞ സമയത്തിലൊന്നും നിൽക്കത്തില്ല. ഒരു പാട്ട് തന്നെ ചിലപ്പോൾ ഒരു 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ നീട്ടിക്കൊണ്ട് പോകാം നമുക്ക്. അതിന് അതായത് നേരത്തെ പറഞ്ഞ ഭാവന എന്ന് പറയുന്നത്, അത് ക്ലാസിക്കൽ സംഗീതത്തിൽ അത് പറ്റും, സിനിമാ സംഗീതത്തിൽ അത് പറ്റത്തില്ല. പക്ഷേ ഇവർ വന്നിട്ട് ഇവർ കാണിക്കുന്ന ഇതാണ്. അപ്പോൾ അതിന് പറയുന്ന ഒരു കാരണം ഹരിജി അദ്ദേഹം പാടിയപ്പോൾ ഇങ്ങനെ പാടി അങ്ങനെ പാടിയെന്നും പറഞ്ഞിട്ട് ഇവരും വന്ന് ഇത് തന്നെയാണ് കാണിക്കുന്നത്. PG വിശ്വംഭരൻ്റെ അദ്ദേഹം എന്നോട് ഈ പറഞ്ഞത് വളരെ, ഞാൻ പുറത്ത് കേട്ടിട്ടുള്ളത് പുള്ളി ഭയങ്കര ചൂടനാണ്, നാക്കെടുത്ത് തെറിയ പറയൂ അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ എന്നോട് ഭയങ്കര ഡീസൻറ്റും ആയിരുന്നു. എന്നോട് പ്രത്യേകിച്ചൊരു സ്നേഹവും പുള്ളി കാണിച്ചിട്ടുണ്ട്. 2-3 പടത്തിൽ ഞാൻ പാടി. ഈ ലോകം ഇവിടെ കുറേ മനുഷ്യർ, ഇതിലേ ഇനിയും വരൂ, പിന്നെ വേറെ ഏതോ ഒരു സിനിമ, അങ്ങനെ 2-3 ചിത്രത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ പാടാനായിട്ട് ചെന്നൈയിൽ ഉണ്ട്. അപ്പം AVMC തിയേറ്ററിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ റെക്കോർഡിങ്. അത് പാടിക്കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പം അതിൽ 2 പാട്ട് ഞാനാണ് പാടിയത്. ശ്യാം സാറായിരുന്നു മ്യൂസിക്. ഞാൻ പിന്നെ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ശ്യാം സാറിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു, അവിടെ ഒരു പാട്ട് കൂടെ പാടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ തിരിച്ച് ചെന്ന്, അപ്പോൾ ഈ പാട്ടാണ് പൂമാനമേ എന്നുള്ള പാട്ടാണ്. അങ്ങനെ പാടി സന്തോഷമായി തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ പോകുന്നത്, ഗൾഫിൽ പോകുന്നത്. അവിടെ ചെന്ന് അപകടത്തിലായി. അപ്പോൾ ഇത് ഓർക്കുമ്പം സന്തോഷമുണ്ട് സങ്കടമുണ്ട്. പക്ഷെ പടം ഞാൻ അവിടെ അപകടം പറ്റി കിടക്കുമ്പോൾ ഇവിടെ സൂപ്പർ ഹിറ്റായിട്ട് ഓടുകയാണ്.
അപ്പോൾ മമ്മൂട്ടി ഒരു പ്രത്യേക ക്യാരക്ടറായിട്ട് ഇതുപോലെ മുട്ടയായിട്ടൊക്കെയാണ് അഭിനയിക്കുന്നത്. അപ്പം ഒരു ജയിൽ പുള്ളിയായിട്ടാണ്. അപ്പോൾ ആ പടം ഭയങ്കര ഹിറ്റുമായിരുന്നു, ഈ പാട്ടും ഭയങ്കര ഹിറ്റായി. അപ്പം മമ്മൂട്ടിയുടെ ഒരു ഓർമ്മയായിട്ട് പിന്നെ ഈ സുമലത മരിച്ചതിന് ശേഷം അവരുടെ ഓർമ്മയായിട്ടാണ് എൻ്റെ വോയിസ് കാണിക്കുന്നത്. അതുകൊണ്ടത് പല്ലവി അനുപല്ലവി മാത്രമേ ചിത്രത്തിൽ ഉള്ളൂ. പക്ഷേ ടൈറ്റിലിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ വോയിസൊക്കെ ഉണ്ട്, അല്ല സോറി എഴുതി കാണിക്കുന്നുണ്ട്. അത് പാടാം. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കനവായി കണമായി ഉയരാൻ ഒഴുകാൻ അഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. നല്ലൊരു പാട്ടായിരുന്നു അത് സിനിമയിൽ. അത് പിന്നെ ഈ ഫുൾ സോങ്ങായിട്ട് വരാഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്ന അവാർഡ് ഇതിനൊന്നും പരിഗണിച്ചില്ല. അപ്പം നമുക്ക് പൂമാനത്തിൻ്റെ ഒരു 4 വരിയും കൂടെ, ഇസ്രായേൽ, സോറി, 25ാം വർഷമാണ്. അപ്പം ഇത്രയും നാൾ ആ പാട്ട് നിലനിർത്തി തന്നത് ഓഡിയൻസും മീഡിയയും എല്ലാം ആണ്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു പാട്ടിൻ്റെ പേരിൽ ഞാൻ നന്ദിയും പറയുന്നു. അപ്പോൾ ഇസ്രായേൽ നാഥൻ ഒരു 4 വരി പാടാം. അതിൻ്റെ അകത്ത് യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടം ഒരു 12 വരിയായിട്ട് ചുരുക്കി ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ജനനം അതിനകത്ത് വരുന്നുണ്ട്. മർത്യനായി ഭൂമിയിൽ പിറന്നു എന്ന് പറയുന്നത് ജനനത്തെ പറ്റിയാണ്. ബാക്കി ചെങ്കടലിലെ കാര്യങ്ങളും എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു പാട്ടും കൂടിയാണത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദ്യമായ ഒരു ക്രിസ്മസും അതേസമയം ഒരു നല്ല പുതുവർഷവും ഞാൻ ആശംസിക്കുകയാണ്. എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന എനിക്കും വേണം. എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഇസ്രായേൽ നാഥനിലേക്ക് ഞാൻ പോവുക. ഇസ്രായേലിൻ നാഥനായി വാഴ് ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. ആബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ആബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴ് ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം. ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്കായി മന്ന പൊഴിച്ചു, എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമലമുകളിൽ നീ നീതിപ്രമാണങ്ങൾ പകർന്നേകി. ആബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം.